നിങ്ങൾ ആദ്യം അവരെ പോലെ ആയി, അതുപോലെ അവരെ പോലെ ആകുമ്പോൾ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുവാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ ലെയർ ബിൽഡ് ചെയ്തു. മോസ്റ്റ് സെയിൽസ് ആൾക്കാരും വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ ഒരുപാട് ടോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ ടോക്ക് തന്നെയാണ്. നിങ്ങൾക്ക് പൈസയോടെ എത്ര ആർത്തി ഉണ്ടല്ലോ എനിക്ക് കുഴപ്പമില്ല. അതേസമയം ആ ആർത്തി വാല്യൂ കൊടുക്കാനുള്ള ആർത്തിയെക്കാളും ഒരു തുള്ളി കുറവായാൽ മതി. നമ്മളൊരു പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തു. 2025 കയറുമ്പം എല്ലാ ആൾക്കാരും സാധാരണ ഓവർലി എക്സൈറ്റഡ് ആകുന്നത് ആദ്യത്തെ 2 ആഴ്ചത്തേക്കാണ്. ഒരു ന്യൂ ഇയർ ഫീവറാണ് നമുക്കുള്ളത്, മോസ്റ്റ് ആൾക്കാർക്കുള്ളത്. പെട്ടെന്ന് ആ ഫീവർ വന്നു. അത് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് തീരും, ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ 1 വീക്ക് കൊണ്ട് തീരും. ആ സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് ചാടി നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സസീവായിട്ടുള്ള ഒപ്റ്റിമസത്തിൽ നിന്ന് പുറത്ത് ചാടണം. അതിന് പകരം നിങ്ങളുടെ ലൈഫിൽ എക്സാക്ട്ലി എന്ത് ഗോയിങ് ഓൺ ചെയ്യുന്നുണ്ടോ അതിനെ അക്നോളജ് ചെയ്ത് അത് മനസ്സിലാക്കി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് വേണ്ട ഒരു സ്കില്ലാണ് സെയിൽസ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബ്രെയിൻ ആൻഡ് ബിസിനസ് സെയിൽസ് മെത്തഡോളജീസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ബ്രെയിൻ ആൻഡ് ബിസിനസ് സെയിൽസ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ വളർത്തിയെടുക്കാൻ പറ്റും, നിങ്ങളുടെ ബിസിനസ് വളർത്തിയെടുക്കാനായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ്. ഞാൻ അപ്രോക്സിമേറ്റ്ലി 20 ഇയേഴ്സ് എൻ്റെ ബിസിനസ് കരിയറിൽ, 20+ ഇയേഴ്സ് ആയിട്ടുള്ള ബിസിനസ് കരിയറിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത എനിക്ക് പരമാവധി പറയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഒരിക്കൽ കൂടെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുന്നത് ചെറിയ പെട്ടെന്നുണ്ടാകുന്ന എക്സൈറ്റ്മെൻറ്റുകളല്ല, നിങ്ങളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്കിൽ ബിൽഡിംഗ് ആണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾക്ക് വേണ്ട സ്കില്ലാണ് സെയിൽസ്. അതുകൊണ്ടാണ് ഞാൻ ഈ കോൺവെർസേഷൻ ഈ ഇയറിൻ്റെ ഏറ്റവും ബിഗിനിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സെയിൽസിന് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഞാൻ ചെയ്യാതിരുന്ന കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ചോളം ഒരു മനുഷ്യരോട് തുറന്ന് എനിക്ക് എന്താണ് വേണ്ടേ മറ്റൊരാളോട് കണക്ട് ചെയ്യാൻ അറിയത്തുണ്ടായിരുന്നില്ല. അപ്പം കണക്ട് ചെയ്യുന്നതിന് ജനറലി മനുഷ്യർ റപ്പോർ എന്നാണ് പറയുന്നത്, അല്ലേ? നമ്മളെ സംബന്ധിച്ചോളം മറ്റൊരു മനുഷ്യനുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് റപ്പോർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കണക്ഷനെ സംബന്ധിച്ചോളം നമുക്ക് ഒരുപാട് ഡയമെൻഷനിൽ നമ്മൾ തിങ്ക് ചെയ്യാം. ജനറലി സ്പീക്കിംഗ് മനുഷ്യർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ജനറലി സ്പീക്കിംഗ് അവരവരെ തന്നെയാണ്. നിങ്ങൾ വേറെ ആളെ ഡീപ്പ് ലെവലിൽ ഇഷ്ടപ്പെടുകയാണെങ്കിലും ആ ഇഷ്ടപ്പെടുമ്പം അവസാനം വരുമ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം, ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളോട് നിങ്ങൾ പറയുന്ന കാര്യം എന്താണ്? ഓ, നിങ്ങൾ എന്നെ ഞാൻ ചെറുപ്പത്തിൽ എങ്ങനെയാണോ അതുപോലെയാണ് നിങ്ങളും എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരവരെ തന്നെയാണ്. അപ്പം അങ്ങനെ അവരവരെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനോട് നിങ്ങളും അവരും തമ്മിലൊരു കോമണാലിറ്റി കണ്ടുപിടിച്ചാൽ അവനവനെ ഹിംസെൽഫിനെ നിങ്ങൾ കാണാനായിട്ട് അവർക്ക് പറ്റും. അപ്പം നാച്ചുറലി നിങ്ങളുമായിട്ട് കണക്ഷൻ ബിൽഡാവും. അപ്പം ഇതിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ ടൊണാലിറ്റി നിങ്ങളുടെ പ്രോസ്പെക്റ്റുമായിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളുടെ ടൊണാലിറ്റി പ്രോസ്പെക്റ്റുമായിട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അവരാണെന്ന് അവർക്ക് ഒരു മൊമെന്റിൽ തോന്നുവാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ അവരുടെ സ്പീഡിൽ തന്നെ സംസാരിക്കുകയാണ്, അവരുടെ സൗണ്ടിൽ തന്നെ സംസാരിക്കുകയാണ്. അപ്പം അവർക്ക് ഫീൽ ചെയ്യുവാണ്, ഇയാൾ നമ്മളെ പോലെയാണല്ലോ. ഇത് സെയിം സിറ്റുവേഷനാണ് ജസ്റ്ററിങ്. ഫോർ എക്സാമ്പിൾ ബബൂൺസിൻ്റെ ന്യൂറോളജിക്കലായിട്ടുള്ള സ്റ്റഡിയിൽ ബബൂൺസ് നാച്ചുറലി മലയാളത്തിലല്ല സംസാരിക്കുന്നത്, ഭാഷയില്ല. അപ്പോൾ ഭാഷയില്ലാത്ത ബബൂണുകൾ ജസ്റ്റേഴ്സ് ഉപയോഗിച്ചാണ് അവരുടെ അഗ്രഷൻ, അവരുടെ പ്രണയം എല്ലാം സംസാരിക്കുന്നത്. അപ്പോൾ അവർ ഭാഷയില്ലാതെ ബോഡി ലാംഗ്വേജിലൂടെ തന്നെ എൻറ്റയർ ആയിട്ടുള്ള അവരുടെ എല്ലാ നീഡുകളും മീറ്റ് ചെയ്യുന്നുണ്ട്. ഫൈറ്റ് ചെയ്യേണ്ടത് ഫൈറ്റ് ചെയ്യുന്നു, റൊമാൻസ് ചെയ്യേണ്ടത് റൊമാൻസ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു ബബൂണ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഒരു ബബൂൺ എങ്ങനെ ചെയ്യുന്നു അതുപോലെ നിങ്ങളുടെ ഹാൻഡ് ജസ്റ്റേഴ്സ്, ബോഡി ലാംഗ്വേജസ്, നിങ്ങളുടെ ലാർജർ പോസ്റ്റേഴ്സ്, നിങ്ങളുടെ ഹെഡ് ടിൽറ്റ്. ഫോർ എക്സാമ്പിൾ ഇന്ത്യക്കാർ ജനറലി സ്പീക്കിംഗ് എന്ത് ചെയ്യും? ഇന്ത്യക്കാർ എന്ത് കാര്യം പറഞ്ഞാലും ഇങ്ങനെ തലയാട്ടുന്ന ഒരു പരിപാടിയുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പം അങ്ങനെ തലയാട്ടുന്ന ശീലമുള്ള ഇന്ത്യക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകണം. ചില ലെവലിൽ വളരെ ക്ലസ്റ്ററായിട്ട് ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ സംസാരിക്കുമ്പോൾ അവർക്ക് ചില മാനറിസംസ് ഉണ്ടാകും. ആ മാനറിസംസിനെ കോപ്പി ചെയ്യാനായിട്ടല്ല, അവരെ സംബന്ധിച്ചോളം ആ മാനറിസത്തിനെ നിങ്ങൾ മിറർ ചെയ്യുവാണെങ്കിൽ അവർ നിങ്ങളോട് ഉള്ള താല്പര്യം കൂടും. ഇത് നിങ്ങളെ സംബന്ധിച്ചോളം ഒരു മാനിപ്പുലേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം.
മാനിപ്പുലേറ്റീവ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു സത്യസന്ധത ഇല്ലാത്ത ആളായി മാറുവാണ്. മാനിപ്പുലേറ്റീവ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റാൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഓന്ത് കളർ മാറുന്ന പോലെ, നിങ്ങളൊരു കമീലിയൻ കളർ മാറുന്ന പോലെ നിങ്ങൾ പോയി ആ കളർ മാറി അവരെ പോലെ ഒരു ഫ്യൂ സെക്കൻഡിലേക്ക് ആകുകയാണ്, പ്രിട്ടൻഡ് ചെയ്യുവാണ്. അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നതും പഠിപ്പിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ജെന്യുവൻലി അവരുടെ ഷൂസിലേക്ക് ഇറങ്ങുവാണ്, ജെന്യുവൻലി അവരായി മാറുവാണ്. നിങ്ങൾ സെല് ചെയ്യാൻ പോകുന്ന സമയത്ത് ജെന്യുവൻലി അവരുടെ നീഡുകൾ മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ പോസ്റ്റേഴ്സ് അഡോപ്റ്റ് ചെയ്യുവാണ്. ഇത് ചെയ്യുമ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള എന്ത് സംഭവിച്ചു? അവരുമായിട്ട് കണക്ഷൻ ഉണ്ടായി കിട്ടുവാണ്. ഈ കണക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള മൂന്നാമത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പീസാണ് വൊക്കാബുലറി. ഈ വൊക്കാബുലറിയെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചോളം എഗെയിൻ ബബൂണുകൾക്ക് ഭാഷ ഉണ്ടായിരുന്നില്ല, ലിപികൾ ഉണ്ടായിരുന്നില്ല, അക്ഷരങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്നാ സിറ്റുവേഷൻ വെച്ചാൽ അവർ പോസ്റ്റേഴ്സും ജസ്റ്റേഴ്സും ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പോൾ അത് വളരെ വർഷങ്ങളായിട്ട് മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും ബ്രെയിനിൽ പോസ്റ്റേഴ്സും ജസ്റ്റേഴ്സും ഉപയോഗിക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഒരു കുറച്ചു കാലം മുമ്പ്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ ചെറിയൊരു പീരീഡ് മുമ്പ് ഭാഷ ഡെവലപ്ഡായി. നമുക്ക് 7000-ഓളം ഭാഷകളുണ്ട്. ഈ 7000-ഓളം ഭാഷകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പല ഭാഷകളും ബ്രെയിനിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകളിലൂടെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെല്ലാം ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഭാഷ നമ്മൾ വാല്യൂ ചെയ്യുന്ന കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു ടൂളായിട്ടാണ് ഹ്യൂമൻസ് യൂസ് ചെയ്യുന്നത്. മറ്റു രീതി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ വായിലൂടെ വാക്കുകളായിട്ട് പുറത്തു വരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാനായിട്ടുള്ള അതിനു വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ലേബലിന് പറയുന്ന പേരാണ് വാക്കുകൾ. ആ സാധനത്തിന് വാക്കുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പ്രോസ്പെക്റ്റ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൊക്കാബുലറിയിലൂടെ, വേർഡ്സിലൂടെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ഈ എക്സ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടേ, എസ്പെഷ്യലി നിങ്ങൾ സ്ത്രീകളാണ് ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ, സാധാരണഗതിയിൽ ഒരാൾ നമ്മൾ കൊച്ചിക്ക് പോയല്ലേ എന്നൊരാൾ പറയുവാണ്, കൊച്ചിക്ക് പോയല്ലേ എന്ന് പറയുകയാണ്. അപ്പം മറ്റേ ആൾ ആ കൊച്ചിക്ക് പോയി. ഇപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ കൊച്ചിക്ക് പോയി എന്ന് പറഞ്ഞേക്കുന്ന KP എന്ന് പറഞ്ഞേക്കുന്ന പരിപാടി, കൊച്ചിക്ക് പോയി എന്ന് പറഞ്ഞ പരിപാടി രണ്ട് ഹ്യൂമൻസും പറയുന്നുണ്ട്. ഈ രണ്ട് ഹ്യൂമൻസ് പറയുമ്പം എന്താ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ഈ ഹ്യൂമന് തോന്നുവാണ് ആ ഹ്യൂമനെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തു, ആ ഹ്യൂമൻ തോന്നുവാണ് ഈ ഹ്യൂമനെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തെന്ന്. ഈ ലെവൽ ഓഫ് കണക്ഷനിലാണ്, ഈ ലെവൽ ഓഫ് ഋതത്തിലാണ്. ഇപ്പം ജാക്കി ചാൻ്റെ സിനിമയ്ക്കകത്ത് കരാട്ടെ കിഡ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ, പഴയ കരാട്ടെ കിഡല്ല, പുതിയ കരാട്ടെ കിഡിൽ, പുതിയതെന്ന് പറഞ്ഞാൽ റീസെന്റ് 2000s ഉണ്ടായിരുന്ന കരാട്ടെ കിഡിൽ, ആ കരാട്ടെ കിഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും രണ്ട് സ്നേക്കുകൾ തമ്മിൽ, ഈ പറഞ്ഞ പോലെ രണ്ട് സ്നേക്കുകൾ തമ്മിൽ ഡാൻസ് ചെയ്യുവാണ്. അപ്പം ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ റൊമാൻസ് ചെയ്യുന്ന സമയത്ത്, ആ സ്നേക്കുകൾക്കുള്ള റിതം പോലെ ആയി മാറുക എന്ന് പറഞ്ഞ് നമ്മളുടെ ജാക്കി ചാൻ പഠിപ്പിച്ചു കൊടുക്കുവാണ്. ഫൈറ്റിന് പോകുമ്പോൾ എങ്ങനെയാണ് ഫൈറ്റ് ചെയ്യേണ്ടതെന്ന്. അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടൊരു ഐഡിയയിൽ പുള്ളി കമ്മ്യൂണിക്കേറ്റീവ് ആണ്. ഇങ്ങനെ ഒരു ഋതത്തിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണക്ഷനായി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബേസ് സ്കില്ല് ആയി, നിങ്ങളുടെ ബേസായി. പിന്നെ അവർ ഓപ്പണാണ് കേൾക്കാനായിട്ട്. കാരണം മറ്റാൾക്കാർ ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങുന്നത്? പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ ഹു ആർ ലൈക്ക് ദം. ഓക്കെ, പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ ഹു ആർ ലൈക്ക് ദം. നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒന്ന്. പീപ്പിൾ ബൈ ഫ്രം പീപ്പിൾ ഹൂം ദേ ലൈക്ക്. അവർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നാണ് പീപ്പിള് മേടിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങൾ ആദ്യം അവരെ പോലെ ആയി, അതുപോലെ അവരെ പോലെ ആകുമ്പോൾ നിങ്ങൾ അവരെ ഇഷ്ടപ്പെടുവാണ്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫൗണ്ടേഷൻ ലെയർ ബിൽഡ് ചെയ്തു. ഇതുപയോഗിച്ച് തന്നെ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ചെറിയ രീതിയിൽ കൊണ്ടുപോകാനായിട്ടുള്ള സ്റ്റെപ്പ് ഇപ്പം തന്നെ കിട്ടുവാണ്. ഇത്രയും കാര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബേസ് ബിൽഡായി. ഇനി നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ എല്ലാ കോൺവെർസേഷനും ഇൻറ്റൻഷൻ ഉണ്ടാകണം. അപ്പം ഹ്യൂമൻ ന്യൂറോളജി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ വരയ്ക്കുന്ന ബ്രെയിൻ്റെ പടമൊക്കെ കുറച്ച് ഭംഗി കുറഞ്ഞ പടങ്ങളാണ്, ഭംഗി കൂടിയ പടങ്ങളാണ്. ഇതിപ്പോൾ ബ്രെയിനാണ്, നിങ്ങളുടെ തലയുടെ ഫ്രണ്ട് ആണെന്ന് വിചാരിക്കുക. എക്സാക്ട് ബ്രെയിൻ്റെ ഷേപ്പ് ഇങ്ങനെയല്ല. അപ്പം നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനില്ലേ, ഈ ഏരിയയുടെ പ്രത്യേകത, ഇത് ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള നിങ്ങളുടെ ബ്രെയിനാണ്. അപ്പം നിങ്ങളുടെ ഏറ്റവും അഡ്വാൻസ് ആയിട്ടുള്ള ബ്രെയിനിനെ സംബന്ധിച്ചോളം ബേസിക്കലി നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട്.
അപ്പൊ ഈ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ഒരു യൂട്യൂബ് വീഡിയോ സാധനം എടുക്കുമ്പോൾ ആൾക്കാർ പറയും, ഓ ഇന്നത്തെ വീഡിയോ ഞാൻ ഇതാണ് പറയാൻ പോകുന്നത് എന്ന് പറയുന്നില്ലേ. ഇതിനെയാണ് അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്, അജണ്ട എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നമ്മുടെ ഒരിക്കൽ രണ്ട് ആനിമൽസ്, രണ്ട് കോഴികളോ രണ്ട് പട്ടികളോ നമ്മൾ വിട്ടുമ്പോൾ നമ്മുടെ ഈ കോൺവെർസേഷന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി ഈ അയലോകത്തുള്ള ബോണുകൾ എടുക്കുക എന്നല്ല, ഒരു അജണ്ട സെറ്റ് ചെയ്യാറില്ല. അപ്പം നിങ്ങളുടെ സെയിൽസ് കോൺവെർസേഷനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിന്റെ നേച്ചർ അനുസരിച്ച് നിങ്ങൾ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിനാണ് അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സാമ്പിൾ കോൺവെർസേഷൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കാം. പർപ്പസ് ഓഫ് ദ കോൾ, നമ്മളുടെ ഈ കോളിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ വാക്യൂം ക്ലീനർ റൈറ്റ് ആയിട്ടുള്ള ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. നിങ്ങൾ അങ്ങനെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള വാക്യൂം ക്ലീനർ ഞാൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ തരാം. ക്ലിയർ ആണോ? ഇതാണ് നിങ്ങളെ സംബന്ധിച്ചോളം അജണ്ട സെറ്റിംഗ് ആയിട്ടുള്ള പർപ്പസ് ഓഫ് ദ കോൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആർക്കിടെക്ചറൽ വർക്ക്, നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്ഷൻ ആൻഡ് ആർക്കിടെക്ചർ നിങ്ങൾക്ക് റൈറ്റ് ഫിറ്റ് ആണെന്നും നിങ്ങൾക്ക് നല്ല ഫിറ്റ് ആണെന്നും നിങ്ങൾ ഞങ്ങൾക്ക് നല്ല ഫിറ്റ് ആണെന്നും ചെക്ക് ചെയ്യാനായിട്ടാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് വിടാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഞങ്ങൾ തോന്നുന്ന ആളിലേക്ക് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം. ഫെയർ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇതാണ് അജണ്ട സെറ്റിംഗ്. അപ്പൊ അവിടെ ഫെയർ അല്ലേ എന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ചോദിക്കുന്ന ഒരു വാക്കുണ്ട്, ഫെയർ അല്ലേ. അപ്പൊ ഫെയർ അല്ലേ എന്ന് പറഞ്ഞേക്കുന്ന ഈ വാക്ക്, ഈ ഫ്രേസ്, ഓക്കെ, ഫെയർ, റൈറ്റ്, ഇംഗ്ലീഷിലാണെങ്കിൽ ഫെയർ അല്ലേ അല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചോളം അവന്റെ ബ്രെയിനിൽ, നിങ്ങളുടെ ബ്രെയിനിൽ നിങ്ങളുടെ ഏറ്റവും ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ലോകം ഇവോൾവ് ചെയ്തപ്പം, എസ്പെഷ്യലി ഹ്യൂമൻ ആസ് എ സ്പീഷീസ് ഇവോൾവ് ചെയ്തപ്പം, ആ ഹ്യൂമൻ സ്പീഷീസിന് ലോകത്തിൽ സർവൈവ് ചെയ്യാനായിട്ട് നാച്ചുറലി ഒരു ഫെയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാകണമായിരുന്നു. കാരണം ഒരാൾ ഒരു കാര്യം എടുക്കുന്നു, ഒരാൾ കുറച്ചെടുക്കുന്നു. എന്താ സിറ്റുവേഷൻ വെച്ചാൽ അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടായി. ആൾക്ക് ഈ കുറവ് കിട്ടിയ ആൾക്ക് മറ്റേ ആളെ പിച്ചാത്തി എടുത്ത് കുത്താൻ തോന്നുന്നു, പിച്ചാത്തി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കല്ല് വെച്ച് എറിയാൻ തോന്നുന്നു. അപ്പൊ ആ ഫെയർനെസിന്റെ പേരിലാണ് നമ്മൾ ലോകത്തിലുള്ള നിയമവ്യവസ്ഥകൾ എല്ലാം ഉണ്ടായിട്ടുള്ളത് ഫെയർനെസ് ആണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഈ ഫെയർനെസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒബ്വിയസ് ആയിട്ട് കാണാൻ പറ്റുന്ന എവിടെയാണെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചും ജസ്റ്റിസ് സിസ്റ്റത്തിൽ, ഈ ജസ്റ്റിസിൽ ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വുമന് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു ബാലൻസ് അല്ലെങ്കിൽ ഒരു ത്രാസ് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ? ആ ത്രാസ് ബാലൻസ്ഡ് ആണ്, ഫെയർ ആണ്. ക്ലിയർ ആണ്? അപ്പൊ അതുകൊണ്ട് ഈ ഫെയർനെസ് എന്ന് പറഞ്ഞ കാര്യം ഹ്യൂമൻ സൈക്കിയിൽ, ഹ്യൂമൻ ബ്രെയിനിൽ വളരെ ഡീപ്ലി റൂട്ടഡ് ആയതുകൊണ്ട് നിങ്ങൾ ഫെയർ അല്ലേ എന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മോസ്റ്റ് ഹ്യൂമൻസ് പറയുന്ന ഉത്തരം യെസ് എന്നാണ്. അപ്പൊ ആ ചോദ്യം കൂടുതൽ നിങ്ങൾ ചോദിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ സെയിൽ സിഗ്നിഫിക്കൻ്റ്ലി കൂട്ടിയെടുക്കാൻ പറ്റും. ഇതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ ഇങ്ങനെ ഒരു വൊക്കാബുലറി പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം റൈറ്റ് നൗ എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റ്. അപ്പോൾ ഫെയർ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി. റൈറ്റ് നൗ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, അതായത് മോസ്റ്റ് ഹ്യൂമൻസ് പ്രസന്റിലല്ല ജീവിക്കുന്നത്. മോസ്റ്റ് ഹ്യൂമൻസ് ജീവിക്കുന്ന പാസ്റ്റിലോ ഫ്യൂച്ചറിലോ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെ മോസ്റ്റ് ഹ്യൂമൻസും പാസ്റ്റിലും ഫ്യൂച്ചറിലും ആണെങ്കിൽ എന്താ സിറ്റുവേഷൻ വെച്ചാൽ, നിങ്ങളുടെ സെയിൽസ് കോൺവെർസേഷൻ ചെയ്യുന്ന ആൾ ഇവിടെ ഇല്ല. അയാൾ വേറെ ഏതോ ഭാവനാ ലോകത്തിലാണ്, ഇൻസ്റ്റാഗ്രാം റീലിലാണ്, യൂട്യൂബ് ഷോർട്ടിലാണ്, വേറൊരു വീഡിയോയിലാണ്, അല്ലെ വേറൊരു പ്രശ്നത്തിലാണ്, വേറൊരു ഇതിലാണ്. ഇരിക്കുന്ന ആളെ സംബന്ധിച്ചോളം ആളെ റൈറ്റ് നൗവിലേക്ക് കൊണ്ടുവന്നാലാണ് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങളുടെ ഇന്ന് ബൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം സാധാരണ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സെയിൽസ് പേഴ്സണിൽ, ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സിൽ നമ്മൾ കണ്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ മറ്റാൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കണ്ടിട്ടുള്ള ഒരു പ്രത്യേകതയാണ് അവർക്ക് റൈറ്റ് നൗ എന്ന് പറഞ്ഞൊരു ഫ്രെയിം ഉണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഫ്രെയിം എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും സംസാരിക്കുമ്പോൾ അറിയാതെ അവരുടെ കോൺവെർസേഷനിൽ നൗ, റൈറ്റ് നൗ എന്ന് പോലെയുള്ള വേർഡ്സ്, ഫ്രേസസ് അവരുടെ വായിൽ വരും. ഇത് വരുമ്പം എന്താ സംഭവിക്കുക വെച്ചാൽ, മറ്റേ ആൾക്ക് അൺകോൺഷ്യസ്ലി ഒരു അർജൻസി ഫീൽ ചെയ്യുവാണ് ആക്ഷൻ എടുക്കാനായിട്ട്. കാരണം സെയിൽസിൻ്റെ പർപ്പസ് എന്താണ്? ആൾക്കാർ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങി അവരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് നടക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ എന്ന് പറഞ്ഞ ഫ്രെയിമിലേക്ക് നിങ്ങൾ വരണം. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ ഈ അജണ്ട സെറ്റിങ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, അജണ്ട സെറ്റിങ് ഫെയർ ആണെന്ന് ചോദിക്കലും ഈ ഹോൾ പ്രോട്ടോക്കോൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് സെറ്റ് ചെയ്യുവാണ്. എന്തിനാണ് നമ്മൾ സംസാരിക്കുന്നത് എന്ന് നമ്മൾ സെറ്റ് ചെയ്യുവാണ്. അത് നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ്റെ ഒരു ഫംഗ്ഷനാണ്. ആ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിച്ച്
ആ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിന് മറ്റേ ആളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനോട് പറയുവാണ്, ഏറ്റവും ഫ്രണ്ടിലുള്ള ബ്രെയിനോട് പറയുവാണ്, ഇതാണ് നമ്മുടെ പർപ്പസ് ഓഫ് ദ കോൾ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, റൈറ്റ് നൗ നമ്മൾ ഇതാണ് ചെയ്യുന്നത്, ഫെയർ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ബേസിക്കലി അവർ ബൈയിങ്ങിന് വേണ്ടിയുള്ളൊരു മൊഡാലിറ്റിയിലേക്ക് നിങ്ങൾ എത്തിക്കുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആക്ച്വലി സെല്ല് ചെയ്യാനായിട്ടുള്ള കോൺവെർസേഷൻ തുടങ്ങാനായിട്ട് റെഡിയായി. അപ്പോൾ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഒരു ബിഗ് ഫാറ്റ് ക്ലെയിം വേണം. ഒരു ബിഗ് ഫാറ്റ് ക്ലെയിം വേണം. ബിഗ് ഫാറ്റ് ക്ലെയിം. അപ്പൊ എന്താണ് ബിഗ് ഫാറ്റ് ക്ലെയിം? നിങ്ങളുടെ കൂടെ ഒരാൾ വർക്ക് ചെയ്തു, നിങ്ങളൊരു സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് കിട്ടിയ എക്സെപ്ഷൻ ആയിട്ടുള്ള റിസൾട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിനാണ് ബിഗ് ഫാറ്റ് ക്ലെയിം എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറയുവാണ്, ഞാനൊരു എക്സാമ്പിൾ എൻ്റെ ലോകത്ത് തന്നെ പറയാം. നമ്മളെ സംബന്ധിച്ചോളം ക്യാഷ് 360 എന്ന് പറഞ്ഞേക്കുന്ന നമ്മളുടെ ഒരു വർഷത്തെ ഒരു യാത്രയുണ്ട്. അപ്പോൾ ഈ ക്യാഷ് 360 വരുന്ന ഒരാളെ സംബന്ധിച്ചോളം ബേസിക്കലി അവരുടെ ക്യാഷ് 10 ടൈംസോ അതിന് മുകളിലോ കേട്ടോ ഗ്രോ ചെയ്യാനായിട്ട് പല ആൾക്കാർക്കും പറ്റാറുണ്ട്. അപ്പം ഞാനിപ്പോൾ പറയുവാണ്, എൻ്റെ ബിഗ് ഫാറ്റ് ക്ലെയിം, ഞാൻ നിങ്ങളുമായിട്ടൊരു കോൺവെർസേഷനിൽ ഇരിക്കുവാണ്, നിങ്ങൾ അതിന് പറ്റിയ ഒരാളാണെങ്കിൽ ഞാൻ പറയുവാണ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ 30 സെക്കൻഡിൽ ക്യാഷ് 360 എന്താണ്, എങ്ങനെയാണ് ഞാൻ ക്യാഷ് 360യുടെ ആൾക്കാർക്ക് വാല്യൂ കൊടുക്കുന്നത് എന്ന് ഞാൻ പറയാം. ക്യാഷ് 360യിലൂടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ക്യാഷ് 10x ചെയ്യാൻ പറ്റുവാണ് 12 മന്ത്സിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അപ്പം നിങ്ങളൊരു ക്ലെയിം ചെയ്തു. അപ്പം നിങ്ങൾ എന്താണ് ക്ലെയിം ചെയ്യുന്നത്? നിങ്ങളുടെ ഇതിലൂടെ കിട്ടുന്ന ഔട്ട്കം എന്താണെന്ന് ക്ലെയിം ചെയ്തു. ഇപ്പം 10x ക്യാഷ് ഫ്ലോ ആണ്. ഓക്കെ, അപ്പം അതാണ് ക്ലെയിം ചെയ്യുന്നത്. അപ്പം ഇത് ക്ലെയിം ചെയ്യുമ്പോൾ ആൾക്കാരുടെ മനസ്സിൽ പിന്നെ ഇതൊക്കെ നടപ്പുള്ള കാര്യമാണോ എന്നാണ് വിചാരിക്കുന്നത് അല്ലേ? അപ്പം അന്നേരം നമ്മൾ പറയുന്നത് വെച്ചാൽ അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് ഇവർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ക്യാഷ് എന്ന് പറഞ്ഞ കാര്യം നല്ലതാണ്, നല്ല ഒരു ഐഡിയ ആണ്, എങ്കിലും അവർക്കത് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിനെ അവരുടെ ഭാഷയിലേക്ക് വീണ്ടും കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ പറയുന്നത് വെച്ചാൽ വാട്ട് ദിസ് മീൻസ് ടു യു ഇസ് ദാറ്റ് യു വിൽ ഹാവ് 10 ടൈംസ് മണി ഇൻ യുവർ ബാങ്ക് അക്കൗണ്ട് ദിസ് ഇയർ. അപ്പം നമ്മൾ ഈ 10x ക്യാഷ് നിങ്ങൾക്ക് ഉണ്ടായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മണിയുണ്ട്. എന്ത് മണിയുണ്ട്, എവിടെയുണ്ട്? നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ, അല്ല നിങ്ങളുടെ ബാങ്കിലുള്ള സഞ്ചിയിൽ 10 ഇരട്ടി പൈസ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു ബിഗ് ഫാറ്റ് ക്ലെയിം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ ഔട്ട്കം എന്താണ്, ഇതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ക്ലിയർ ആണോ? ഇത്ര നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിന് ലോജിക്കലായ ബ്രെയിന് ഇത് കേൾക്കുവാണ്. ലോജിക്കലായിട്ട് നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ബ്രെയിൻ ഇത് കേൾക്കുവാണ്. നിങ്ങളുടെ ലോജിക്കലായിട്ട് ബ്രെയിൻ ഇത് കേൾക്കുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ബ്രെയിൻ പറയാം, പിന്നെ നടപ്പുള്ള കാര്യമല്ലേ അല്ലേ? അപ്പം ശരിക്കും നടപ്പുള്ള കാര്യമാണെങ്കിലും നിങ്ങളുടെ ബ്രെയിൻ ഇത് ബൈ ചെയ്യാൻ റെഡിയല്ല. കാരണം എന്താണ്? നിങ്ങളുടെ ബ്രെയിൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് പല ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അന്നൊന്നും നടന്നിട്ടില്ലല്ലോ, ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അന്നേരം ഒന്നും കാര്യം ഉണ്ടായിട്ടില്ലല്ലോ എന്ന് നിങ്ങളുടെ ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞേക്കുന്ന ബ്രെയിൻ ബിലീവ് ചെയ്യുന്നുണ്ട്. ആ ഇമോഷണൽ ആയിട്ടുള്ള ലിംബിക് സിസ്റ്റം ആയിട്ടുള്ള ബ്രെയിൻ നിങ്ങളോട് പറയുവാണ്, മാഷ ഇതൊന്നും നടക്കുകയില്ല. അപ്പോൾ എക്സാക്ട്ലി നമ്മൾ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനോട്, ലോജിക്കലായിട്ടുള്ള ബ്രെയിനോട് ആദ്യം ടോക്ക് ചെയ്ത ശേഷം നമ്മുടെ കോൺവെർസേഷൻ നമ്മൾ ഈ പുറകിലുള്ള ബ്രെയിനിലേക്ക് മാറ്റി. അന്നേരം നമ്മൾ പറയുവാണ്, അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യം പറയാം, ക്യാഷ് 360യിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ക്യാഷ് ഫ്ലോ 10x ചെയ്യാൻ പറ്റും 12 മന്ത്സിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 10 ടൈംസ് മോർ മണി ഉണ്ടാവും. അതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ എന്ത് സംഭവിച്ചു? അവരുടെ മനസ്സിൽ എന്താണ് കാരണം, എന്താണ് കാരണം പറ. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം 10,000-ഓളം ബിസിനസ്സുകൾ ഈ ജേണിയിലൂടെ കടന്നുപോയി അവരുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 10,000-ഓളം ബിസിനസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സോഷ്യൽ പ്രൂഫാണ്. നിങ്ങളുടെ എയർ കണ്ടീഷനിങ് സിസ്റ്റം, നിങ്ങളുടെ വാക്യൂം ക്ലീനർ, നിങ്ങളുടെ പെയിന്റ്, നിങ്ങളുടെ മറ്റ് മാനുഫാക്ചർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഇത് ഓൾറെഡി 10,000 ആൾക്കാർക്ക് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഇമോഷണൽ ബ്രെയിൻ കേൾക്കുവാണ്, ശരിക്കും ഇത് നടന്നിട്ടുള്ള കാര്യമാണ്. ഇതിന് സൈക്കോളജിയിൽ സോഷ്യൽ പ്രൂഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോഷ്യൽ പ്രൂഫ് എന്ന് പറയും, അതായത് ഇത്ര ആൾക്കാർക്ക് വർക്ക് ചെയ്തൊരു കാര്യമാണ്. അത് ശരി. അപ്പം നിങ്ങൾ പറയുന്നത് ദ റീസൺ വൈ ഐ എം സെയിങ് ദാറ്റ് ഇസ്, നിങ്ങൾ വിചാരിക്കണം ഞാൻ ചുമ്മാ പറയുന്നതായിരിക്കും, അങ്ങനെ എടുത്ത് പറയണ്ട. പക്ഷെ ദ റീസൺ വൈ ഐ എം സെയിങ് ദാറ്റ് ഇസ്, സോ ക്യാഷ് 360യിലൂടെ നിങ്ങളുടെ ക്യാഷ് 10 ടൈംസ് കൂട്ടിയെടുക്കാൻ പറ്റും. ഒന്ന്.
ആ 10,000 അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ എക്സസീവ് ആയിട്ടുള്ള 10 times മോർ മണി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവും. ദ റീസൺ വൈ എം സേയിങ് ദാറ്റ് ഇസ് 10,000 ആൾക്കാർ ഈ ജേർണിയിലൂടെ പോയി ആ എക്സ്പീരിയൻസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴും നമുക്ക് വീണ്ടും ഒരു ലെവലിലൂടെ നമ്മുടെ ഇമോഷണൽ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അനദർ റീസൺ ദാറ്റ് ഐ എം സേയിങ് ദാറ്റ് ഇസ്. മറ്റൊരു കാരണം എന്താണ് ഞാനിത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഉള്ള ടാക്ടിക്സും സ്ട്രാറ്റജീസും ആക്ഷൻ പ്ലാനും ഈ ക്യാഷ് 360 കിട്ടുക എന്നുള്ളതാണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു ബിഗ് ഫാക്ട് ക്ലെയിം എങ്ങനെ പറയണം എന്നാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബിഗസ്റ്റ് ആയിട്ട് റിസൾട്ട് പറഞ്ഞു, അവർക്കുള്ള അർത്ഥം എന്താണെന്ന് പറഞ്ഞു, അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു, മറ്റൊരു റീസൺ എന്താണ് എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അവരുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്ത് നിൽക്കുവാണ്. ഈ സമയത്ത് നമ്മൾ അടുത്ത ലെവലിൽ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മൾ അവരോട് പറയുന്ന ബെസ്റ്റ് തിങ് ഈസ്, അതിന്റെ ബെസ്റ്റ് തിങ് എന്നാന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം അപ്പം നിങ്ങൾ എന്താണ് പ്രോട്ടോകോള് ഇത് കിട്ടും. അതിന്റെ അർത്ഥം ഇതാണ്. അത് പറയാൻ കാരണം ഇതാണ്. മറ്റൊരു കാരണം ഇതാണ്. ദ ബെസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ക്യാഷ് 360 100% ആയിട്ടുള്ള മണി ബാക്ക് ഗ്യാരണ്ടിയോട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എൻറ്റയർ ആയിട്ടുള്ള ഈ വർഷം മുഴുവൻ എൻ്റെ കൂടെ വന്ന് നിങ്ങളുടെ ബിസിനസ് വളർത്താനായിട്ട് ശ്രമിച്ച കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്തില്ലെങ്കിൽ ഞാൻ 100% നിങ്ങളുടെ മണി തിരിച്ച് തരാൻ റെഡിയാണ്. അപ്പം ദ ബെസ്റ്റ് തിങ് അബൌട്ട് ക്യാഷ് 360 ഈസ് ഇറ്റ് ഇസ് ബാക്ക് വിത്ത് 3 times റിസൾട്ട് ഗ്യാരണ്ടി. ഇഫ് യു ഡോണ്ട് ഗെറ്റ് റിസൾട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് പെയ്ഡ്. ഓക്കെ, അപ്പം അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ ഒരു ബെനിഫിറ്റ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വേണം നിർത്താം. നിങ്ങൾ നിർത്തായിരിക്കും എന്താണെന്ന് വെച്ചാൽ ചെയ്തു. പക്ഷെ നിങ്ങളുടെ കണ്ടിന്യൂ ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്നാന്ന് ഞാൻ പറയാം. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ റെപ്പോർ ബിൽഡ് ചെയ്തു, നിങ്ങളുടെ അജണ്ട സെറ്റ് പർപ്പസ് നിങ്ങൾ ഡിഫൈൻ ചെയ്തു, അജണ്ട നിങ്ങൾ സെറ്റ് ചെയ്തു. അവിടുന്ന് നിങ്ങൾ ബിഗ് ഫാറ്റ് ക്ലെയിം ചെറിയ രീതിയിൽ പറയുവാണ്. ഞാൻ ഈ പറഞ്ഞത് 2.5 മണിക്കൂർ എടുത്തു എങ്കിലും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇത് 30 seconds to 45 seconds പറയണം. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ക്യാഷ് 360 നിങ്ങളെ സംബന്ധിച്ചോളം കിട്ടുന്നതെന്ന് വെച്ചാൽ 10x ആയിട്ടുള്ള ക്യാഷ് ഫ്ലോയിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുവാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ 10 times മോർ മണി ഉണ്ടാവുകയാണ്. അപ്പോൾ അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ 10,000 ആയിട്ടുള്ള ആൾക്കാർ ഈ ജേർണിയിലൂടെ എൻ്റെ കൂടെ കടന്നു പോയിട്ടുണ്ട്. അത് കൂടാതെ ഞാൻ പറയാൻ മറ്റൊരു കാരണം വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള സ്ട്രാറ്റജീസും ടാക്ടിക്സും ആക്ഷൻ പ്ലാനും കിട്ടി. നിങ്ങൾ ആക്ഷൻ എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണം. ബെസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം ഇത് റിസൾട്ട് ബാക്ക് ഗ്യാരണ്ടി ഉള്ള കാര്യമാണ്. 100% ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. മിനിമം നിങ്ങൾക്ക് 3 times എങ്കിലും റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ക്യാഷ് 360 നിന്ന് കിട്ടിയില്ലെങ്കിൽ ഞാൻ 100% മണി ബാക്ക് തിരിച്ചു തരുവാണ്. ദാറ്റ് ബീങ് സെഡ് എന്നിട്ട് പറഞ്ഞ് നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യാൻ പോവാണ്. പക്ഷെ ക്ലിയർ ആണല്ലോ ഇത്? പക്ഷെ പെട്ടെന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചു തന്നല്ലോ. ഇതാണ് നെക്സ്റ്റ് ലെവൽ. അപ്പോൾ ഈ പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ പ്രോസ്പെക്ട് ഈ പറഞ്ഞ രീതി ക്യൂരിയസ് ആയിട്ടാണ്, കണക്റ്റഡ് ആണ്. ഇനി നിങ്ങളെ സംബന്ധിച്ചുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ നിങ്ങൾ പെർമിഷൻ ചോദിക്കുക എന്നുള്ളതാണ്. ഈ പെർമിഷൻ എന്ന് പറഞ്ഞ വാക്കിന് മോഡേൺ വേൾഡിൽ ഭയങ്കര പ്രാധാന്യമാണ് അല്ലേ? കാരണം പെർമിഷൻ ഇല്ലാതെ ഒരാളെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യരുത്. നമ്മൾ ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പെർമിഷൻ ചോദിക്കണം. അത് ഭയങ്കര സിമ്പിളാണ്. സാധാരണഗതിയിൽ കൾച്ചറലി അതിൻ്റെ ഇമ്പോർട്ടൻസ് എസ്പെഷ്യലി ഇന്ത്യ പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെ മലയാളികളുടെ സർക്കിളുകളിൽ അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അടുത്ത കാലഘട്ടം വരെ. പക്ഷേ ഇനി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ പറഞ്ഞു വെച്ചാൽ ഹേ സുഷ്മിത, നമ്മളത് ബിഫോർ ഐ ഗെറ്റ് സ്റ്റാർട്ടഡ് can I ask you a couple of questions to see your business needs so I could give you the best advice to take your business to the next level. അപ്പോൾ ഞാൻ പറഞ്ഞ മറ്റൊരു മലയാളത്തിൽ പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങളെ സംബന്ധിച്ചോളം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ 1-2 ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഇവിടെ 1-2 എന്ന് പറയാം. ഇംഗ്ലീഷിലാണ് കപ്പിൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ചോദിച്ചോട്ടെ. Can I ask you a couple of questions? എന്തിന്? നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തരാനായിട്ട്. അപ്പോൾ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ സോ ദാറ്റ് എനിക്ക് എൻ്റെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ എന്നല്ല. നിങ്ങളെ സംബന്ധിച്ചാലും ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ നിങ്ങളുടെ ബിസിനസ്സിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് തരാനായിട്ട്. ഇത്രേ ഉള്ളൂ പെർമിഷൻ ടു പ്രോബ്. ആ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ എഗെയിൻ ഇത്ര സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാം. അടുത്ത ലെയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വെച്ചാൽ സെയിൽസിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ് ഈ സെയിൽസ് നടക്കുന്ന പറഞ്ഞാൽ ഈ സെയിൽസ് കോൺവെർസേഷൻ എന്നല്ല, ലോകത്തിലുള്ള എല്ലാ കോൺവെർസേഷനും നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജ് പോലെയാണ്. അപ്പൊ ഈ ബ്രിഡ്ജിന് ഇടയ്ക്കിടയ്ക്ക് വലിയ ലോങ് ഞാനിവിടെ ഫ്ലോറിഡ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അമേരിക്കയിലാണ് താമസിക്കുന്നത്. അപ്പം ഞാനിവിടെ താഴെ കീ വെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയിട്ടുണ്ട്. താഴെ എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ഏറ്റവും താഴെയാണ്. അതിലങ്ങ് താഴോട്ട് പോയി കഴിഞ്ഞാൽ ക്യൂബയും ഈ ഗോട്ടിമാല അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അവിടെയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഫ്ലോറിഡ താഴോട്ട് പോകുമ്പോൾ വലിയൊരു പാലമുണ്ട്, മൈലുകളോളം പോകുന്ന ഒരു പാലമുണ്ട്. പക്ഷെ ആ പാലം ഇങ്ങനെ നീണ്ട് 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 പോകുമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തൂണുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു തൂണുണ്ടാവും അല്ലേ, അങ്ങനെ പോവുകയാണ്. അല്ലാതെ ചുമ്മാ പാലം തന്നെയായിട്ട് പോവല്ല.
ഇതുപോലെ തന്നെയാണ് എല്ലാ കോൺവെർസേഷനും നടക്കുന്നത്. നിങ്ങൾ സ്ത്രീകൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സ്ത്രീകൾ കോൺവെർസേഷൻ ചെയ്യുന്ന സമയത്ത് രണ്ടുപേര് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലുലുവിൽ പോയി സാധനം വാങ്ങി, ഓ നീ സാധനം വാങ്ങി, ഓ ആ സാധനം ഒരു സാരി നല്ല അത് പറഞ്ഞപ്പോഴത്തേന് എങ്ങനെയുണ്ട്, ഹസ്ബൻഡ് തന്നെ എടുക്കുന്നുണ്ട്, ക്ലിയർ ആണ്. അത് പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെ ഉണ്ട് എന്ന് ചോദിക്കുന്നില്ലേ? ഇതിനെയാണ് ട്രാൻസിഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. ട്രാൻസിഷൻ. അപ്പൊ ഈ ട്രാൻസിഷൻ ഒരു കോൺവെർസേഷന്റെ നാച്ചുറൽ പാർട്ടാണ്. ഈ ബ്രിഡ്ജിന് ഒരു കോളം ഉള്ള പോലെ മോസ്റ്റ് മജോറിറ്റി ഓഫ് ആൾക്കാരും ഈ ട്രാൻസിഷൻ ഇല്ലാതെ മെക്കാനിക്കൽ ആയിട്ടുള്ള ഏതോ മെഷീൻസ് ഈ പറഞ്ഞ പോലെ സംസാരിക്കുന്ന പോലെയാണ് അവർ സംസാരിക്കുന്നത്. അവരെ സംബന്ധിച്ചോളം ട്രാൻസിഷൻ ഫ്രേസ് ഇല്ല. അപ്പം നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളൊരു മറ്റൊരു ഹ്യൂമൻ ബീയിങ്ങിനോടാണ് സംസാരിക്കുന്നത്. അപ്പം ഹോപ്പ്ഫുള്ളി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒരുപാട് നമ്മളുടെ ഡെക്കേഡ്സ് ഓഫ് റിസർച്ചിലൂടെ ഇവോൾവ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. കുറേ എൻ്റെ മെൻറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ലേൺ ചെയ്തിട്ടുള്ളതാണ്. ആ സമയം ഈ എൻറ്റയർ ആയിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയ കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ടാണ്. എനിക്ക് ബിസിനസ്സിനെ കുറിച്ചുള്ള ബിലീഫ് മറ്റാൾക്കാരെ പോലെയല്ല. മറ്റാൾക്കാരെ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നതാണ് എല്ലാ ആൾക്കാരും ബിസിനസ്സിനെ കുറിച്ച് കാണുന്നത്. ഞാൻ കാണുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വാല്യൂ നിങ്ങളുടെ പ്രോസ്പെക്ട്സിനും നിങ്ങളുടെ കസ്റ്റമേഴ്സിനും നിങ്ങളുടെ ലോകത്തിൽ വരുന്നവർക്കും കൊടുക്കുക. ആ കൊടുക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ആ കസ്റ്റമേഴ്സിനെ കാണിച്ചു കൊടുക്കുക നിങ്ങൾ എത്ര വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ വാല്യുബിൾ ആയിട്ടുള്ള കാര്യം കൊടുത്തു, അത് മാത്രമല്ല നിങ്ങൾ അവരെ ഓർപ്പിച്ച് മനസ്സിലാക്കി കൊടുത്തു നിങ്ങൾ എത്ര വാല്യുബിൾ ആയിട്ടുള്ള സാധനം കൊടുക്കുന്നത്. അതിലൂടെ ഈ രണ്ടെണ്ണത്തിനും റിട്ടേൺ ആയിട്ട് നിങ്ങൾ മണി കളക്ട് ചെയ്ത് കൂടുതൽ വെൽത്തി ആയിട്ട്, കൂടുതൽ ഹാപ്പി ആയിട്ട്, കൂടുതൽ ജോയ്ഫുൾ ആയിട്ട് ലീവ് ചെയ്യുന്നതാണ് ഞാൻ ബിസിനസ് ആയിട്ട് കാണുന്നത്. അല്ലാതെ മറ്റാൾക്കാരെ അഡ്വാൻറ്റേജ് എടുക്കുന്നതല്ല, മറ്റാൾക്കാരിൽ നിന്ന് മാക്സിമം പൈസ പിടിച്ചു വാങ്ങുന്നതോ ഫൈറ്റ് ചെയ്യുന്നതോ അല്ല. അതിലല്ല ഞാൻ ബിലീവ് ചെയ്യുന്നത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങളിത് ലിസൺ ചെയ്യുമ്പോൾ നിങ്ങൾ വാല്യൂ കൊടുക്കുന്ന ഒരു ഹ്യൂമനായി മാറുക. അതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പവർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ വാല്യൂ കൊടുക്കുന്ന ആളാണെങ്കിൽ. നിങ്ങൾ വാല്യൂ കൊടുക്കാത്ത ആളാണെങ്കിൽ ഈ മെത്തഡോളജീസ് നിങ്ങൾക്ക് വർക്കായാലും നിങ്ങൾക്ക് നിർത്താം. നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ സത്യസന്ധമായിട്ട് വാല്യൂ കൊടുത്ത് എന്നാൽ പൈസയോട് തീർച്ചയായിട്ടും വളരെ താല്പര്യമുള്ള ഒരു മനുഷ്യനായി മാറാം. നിങ്ങൾക്ക് പൈസയോട് എത്ര ആർത്തി ഉണ്ടെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അതേസമയം ആ ആർത്തി വാല്യൂ കൊടുക്കാനുള്ള ആർത്തിയെക്കാളും ഒരു തുള്ളി കുറവായാൽ മതി. ക്ലിയർ ആണ്. മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കാൻ അവരെ പഠിപ്പിക്കുക. അതിനകത്ത് ആർത്തിയോടെ പൈസ ഉണ്ടായിക്കൊള്ളുക, സന്തോഷത്തോടെ അത് സ്പെൻഡ് ചെയ്തോളുക, മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആയിക്കൊള്ളുക, ജോയ് നിങ്ങളുടെ ഇന്റേണൽ സിസ്റ്റത്തിൽ ഉണ്ടായിക്കൊള്ളുക, നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിക്കൊള്ളുക. ബ്യൂട്ടിഫുൾ ആണ്. അതേസമയം വാല്യൂ കൊടുത്തായിരിക്കണം. ഓക്കെ, അപ്പൊ ട്രാൻസിഷന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതായിരുന്നു ഒരു ട്രാൻസിഷൻ ആയിരുന്നു. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഒരു കോൺവെർസേഷൻ ഒരു മെഷീനെ പോലെ ചെയ്യാതെ നിങ്ങളെ സംബന്ധിച്ചോളം ദാറ്റ് ബീങ് സെഡ്, അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതാണ് ട്രാൻസിഷൻ. ദാറ്റ് ബീങ് സെഡ്, ലെറ്റ് മീ ആസ്ക് യു ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളോട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ. ഇതാണ് ഒരു ട്രാൻസിഷൻ ഫ്രേസ്. ഈ ട്രാൻസിഷൻ ഫ്രേസ് നിങ്ങൾ തന്നെ നാച്ചുറലി കോൺവെർസേഷനിൽ ഉപയോഗിക്കുന്നതാണ്, മനുഷ്യർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. ഒരു സെയിൽസ് പേഴ്സൺ സാധാരണഗതിയിൽ ഉപയോഗിക്കാറില്ല. അപ്പോൾ അതാണ് ട്രാൻസിഷൻ. ഈ ട്രാൻസിഷൻ ചെയ്തിട്ട് നമ്മളെ സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം 2-3 2.5 മിനിറ്റ് കൊണ്ട് നടക്കണം. ഇതാണ് നിങ്ങളുടെ 1.5 മണിക്കൂറത്തെ കോൺവെർസേഷൻ കൊണ്ട് ഇത്ര ആയപ്പോഴത്തേന് മറ്റേ ആൾ പറഞ്ഞു, അതെ വാച്ച് നോക്കാൻ തുടങ്ങി, വേറെ പണിയുണ്ട് കേട്ടോ, 2.5 വർഷമായി നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. 2024 തുടങ്ങിയതാ, ഇപ്പൊ 26 മെയ് ആയി. അങ്ങനെ പോയാൽ പോരാ, ഇത് ടൈറ്റായിട്ട് പോകണം. അത് നിങ്ങൾ പ്രാക്ടീസിലൂടെ വീണ്ടും പ്രാക്ടീസിലൂടെ, കാസ്റ്ററിസിലാണ് ഒരുപാട് പ്രാക്ടീസിലൂടെ ആൾക്കാർ ഇത് റിഫൈൻ ചെയ്ത് സ്കില്ലാക്കി റിഫൈൻ ചെയ്ത് മാറാറുണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്ന ക്ലാരിഫൈ ദ പ്രോബ്ലം. അപ്പൊ ഈ ക്ലാരിഫൈ ദ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ അടുത്തോട്ട് വരുന്ന ആള് മോസ്റ്റ് ലൈക്ലി ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് വരുന്നത്. ഇവിടെയാണ് വേൾഡ് ചെറിയ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ചില സിറ്റുവേഷനിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം എന്നില്ല. പ്രോബ്ലം ഇല്ലാത്ത പ്രൊഡക്ട്സ് ഉണ്ടാവും നിങ്ങളുടെ അടുത്ത് നിന്ന്. ഈ പറഞ്ഞ രീതിയിൽ ബിരിയാണി മേടിക്കാൻ വരുന്ന ആൾ ഒരു പ്രോബ്ലം, വിശപ്പെന്ന് പറഞ്ഞൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് വരുന്നത്. എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ ആ പ്രോബ്ലംസ് വിസിബിൾ ആയിരിക്കണമെന്നില്ല, നിങ്ങൾക്ക് ഫ്രണ്ടിൽ കാണണമെന്നില്ല. കാരണം നിങ്ങൾ ഒരിക്കലും ഓർക്കുന്നില്ല ബിരിയാണി മേടിക്കാൻ വരുന്ന ആൾ എന്തിനാണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വരുന്നത്. പക്ഷെ ഇപ്പം എന്ന് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്ത എന്താ വെച്ചാൽ, അപ്പോൾ ഈ ബിരിയാണി മേടിക്കാൻ വരുന്ന ആളോട് എന്താണ് ഇന്ന് നിങ്ങൾ കടയിലേക്ക് വരാൻ കാര്യം എന്ന് നമ്മൾ ചോദിക്കുന്നില്ല. അങ്ങനെയല്ല നമ്മൾ സെല്ല് ചെയ്യുന്നത്. ഇത് നിങ്ങളെ സംബന്ധിച്ചോളം പ്രീമിയം ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റിലെ സർവീസ് വാല്യുബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് സർവീസ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്ന മെത്തഡോളജീസ് ഉപയോഗിക്കുന്നത്. നാരങ്ങ മുട്ടായി സെല്ല് ചെയ്യാനായിട്ട് നിങ്ങൾ ഇങ്ങനൊരു പ്രോസസ്സിലൂടെ കടന്നു പോകേണ്ട കാര്യമില്ല.
അപ്പം ഇവിടെ നിങ്ങൾ ചോദിക്കുന്നത് വെയിറ്റ് ലൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുവാണ്, നിങ്ങൾ ഹെൽത്തി ആകാൻ വേണ്ടി വരുവാണ്, വെൽനസ്സിന് വേണ്ടി നിങ്ങളുടെ അടുത്ത് വരുവാണ്, കൂടുതൽ കാലം ലീവ് ചെയ്യാൻ വേണ്ടി ഒരാൾ വരുവാണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി വരുവാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പെയിൻറ്റ് വാങ്ങാൻ വേണ്ടി വരുവാണ്, നിങ്ങളുടെ അടുത്ത് ലൈറ്റ് വാങ്ങാൻ വേണ്ടി വരുവാണ്, നിങ്ങളുടെ അടുത്ത് ലൈഫ് ഇൻഷുറൻസ് വാങ്ങാൻ വേണ്ടി വരുവാണ്. നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, വാട്ട് മെയ്ഡ് യു റീച്ച് ഔട്ട് ടു മീ. ഇപ്പം എന്തുകൊണ്ടാണ് നിങ്ങളെ റീച്ച് ഔട്ട് ചെയ്ത് വാട്ട് സീംസ് ടു ബി ദ പ്രോബ്ലം. ഇത് അവരുടെ പ്രോബ്ലം എന്താണെന്ന് നമ്മൾ അവരോട് ചോദിക്കുവാണ്. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം, എന്തുകൊണ്ടാണ് നമ്മൾ റീച്ച് ഔട്ട് ചെയ്തത്, എന്ത് പ്രോബ്ലം ആണ് നിങ്ങൾ ഫോർ എക്സാമ്പിൾ ബിസിനസ്സിൽ സോൾവ് ചെയ്യാൻ നോക്കുന്നത്. ഈ കാര്യം നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടുവാണ്. ഓ, ഇതാണ് അവരുടെ പ്രോബ്ലം എന്നവർ പറയുവാണ്. അപ്പം ഇവിടെ ഒരു സിറ്റുവേഷൻ വെച്ചാൽ മോസ്റ്റ് സെയിൽസ് ആൾക്കാരും വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ അവർ ഒരുപാട് ടോക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അവർ ടോക്ക് തന്നെയാണ്. ഇങ്ങനെ സംസാരിച്ച് പീഡിപ്പിച്ച് ആ സംസാരത്തിലൂടെ ആൾക്കാരെ മേടിപ്പിക്കാൻ തോന്നുവാണ്. ഇത് ചെറിയ പ്രൊഡക്റ്റുകളിൽ നടക്കും. നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. ചെറിയ പ്രൊഡക്റ്റിൽ ആൾക്കാർ ഇങ്ങനെ ടോക്ക് ചെയ്ത് പീഡിപ്പിച്ച് ബലാത്കാർക്കൊക്കെ മേടിപ്പിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ വലിയ പ്രൊഡക്റ്റുകൾ നടക്കുകയില്ല. ഇതാണ് ആൾക്കാർ ചെറിയ പ്രൊഡക്റ്റ് സെല്ല് ചെയ്ത ഒരാൾ ഈ പറഞ്ഞ രീതിയിൽ വലിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. അവിടെ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ട് ഗോൾഡോ ഒരു ഡയമണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബിസിനസ്, പ്രൊഡക്റ്റുകളുള്ള ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ടോക്ക് ത്രൂയിലൂടെ ഉള്ള മെഡിക്കൽ ഉണ്ടാകുകയില്ല. അതിന് പകരം നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെയിൽസ് ആൾക്കാർ, നിങ്ങൾ ഉൾപ്പെടെയുള്ള സെയിൽസ് ആൾക്കാർ, നിങ്ങളൊരു CEO ആണ്, നിങ്ങൾ വലിയ കമ്പനിയുടെ ഓണർ ആണെങ്കിലും നിങ്ങളും ഒരു ലിസണിങ് സർക്കിൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ലിസണിങ് ചുമ്മാ ഉള്ള ലിസണിങ് പോരാ, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലിസണിങ് ആയിരിക്കണം. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ചുമ്മാ കുറേ ആൾക്കാർ ലിസൺ ചെയ്തിട്ട് മേടിക്കാതെ പോകുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ അത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് അവരെ ഗൈഡ് ചെയ്ത് ഒരു ഗൈഡഡ് ടൂർ പോലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. സോ വാട്ട് സീംസ് ടു ദ പ്രോബ്ലം, വാട്ട് സീംസ് ടു ബി ദ പ്രോബ്ലം, വൈ ഡിഡ് യു റീച്ച് ഔട്ട് ടു മീ. അപ്പം എന്താണ് പ്രോബ്ലം, എന്തുകൊണ്ടാണ് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അവരെ ലിസൺ ചെയ്യുവാണ്. അപ്പം നിങ്ങൾ അവരോട് പ്രോബ്ലം ചോദിച്ചു, എന്നിട്ട് അവരെ ലിസൺ ചെയ്യുവാണ്. എന്നിട്ട് ആ പ്രോബ്ലം അവർ പറഞ്ഞു കഴിയുമ്പോൾ, അപ്പോൾ അവർ ആ പ്രോബ്ലം പറഞ്ഞു അവരിങ്ങനെ കാട് കയറി പോവുകയാണെങ്കിൽ നിങ്ങൾ അവരെ റീഡയറക്റ്റ് ചെയ്യണം. ചെറിയ രീതിയിൽ നിങ്ങൾ സംസാരിക്കുക എന്നുള്ളതല്ല, അവരെ പ്രോബ്ലത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അപ്പോൾ എന്താണ് അതിനകത്ത് പ്രോബ്ലം, എന്താണ് ചില ഇങ്ങനെ സംസാരിക്കാനായിട്ട് തെറാപ്പിക്ക് വേണ്ടിയിട്ട് സെയിൽസ് കോൺവെർസേഷനിൽ വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ആ പ്രോബ്ലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിരിക്കണം. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അങ്ങനെ അവർ ആ പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആ പ്രോബ്ലം ഡീപ്പറായിട്ട് ഡിഗ് ത്രൂ ചെയ്യാണ്, ഡിഗ് ഡീപ്പറാണ്. അപ്പൊ ഡിഗ് ഡീപ്പർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എങ്ങനെയാണ് ഈ പ്രോബ്ലം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ പ്രോബ്ലം നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നത് എന്നൊരു ചോദ്യമാണ്. അതായത് ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ ഈ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നമുണ്ട്, ഹൈ ബ്ലഡ് പ്രഷറിൻ്റെ പ്രശ്നമുണ്ട്. ആ ഹൈ ബ്ലഡ് പ്രഷർ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ ഹൈ ബ്ലഡ് പ്രഷർ കൂടുന്നതുകൊണ്ട്, ഈ ബ്ലഡ് പ്രഷറിൻ്റെ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അവരുടെ ഈ പറഞ്ഞ പോലെ സെക്സ് ഡ്രൈവ് താന്നു പോവാണ്. അയ്യോ, ഓക്കെ. അപ്പോൾ അതൊരു സീരിയസ് ആയിട്ടുള്ള കോൺസിക്വൻസ് ആണ് അല്ലേ? അപ്പോൾ നോക്കിയേ, എന്താണ് ബ്ലഡ് പ്രഷർ അല്ല അവരുടെ പ്രശ്നം. ബ്ലഡ് പ്രഷറിന് വേണ്ടി മരുന്ന് മേടിക്കാനല്ല അവർ വന്നത്. നമ്മൾ വിചാരിക്കും ബ്ലഡ് പ്രഷറിനാണ്, പക്ഷെ അവരെ സംബന്ധിച്ചോളം അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പറഞ്ഞ രീതിയിൽ സെക്സ് ഡ്രൈവ് കുറഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം നാച്ചുറലി അവർക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കാരണം അടുത്ത് മക്കൾ ഇനി വരാനുള്ളതല്ലേ. അപ്പൊ അതിന് വേണ്ടിയാണ് അവർ വരുന്നത്. അപ്പൊ പ്രോബ്ലം നമ്മൾ കണ്ടുപിടിച്ചു, ആ പ്രോബ്ലം അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചു. ഇതാണ് പ്രോബ്ലം അഫക്റ്റിംഗ് പാക്കേജ് ആണ്. പ്രോബ്ലം പെയിൻ, മറ്റു രീതിയിൽ പറഞ്ഞാൽ പ്രോബ്ലം പെയിൻ ആണ്. അപ്പോൾ ഒരു പ്രോബ്ലം പെയിൻ പാക്കേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പ്രോബ്ലം ചോദിച്ചു, ആ പ്രോബ്ലം എങ്ങനെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്ന പെയിൻ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചു. ഇത് ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം മോസ്റ്റ് ഓഫ് ആൾക്കാർക്കും അവരുടെ പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആൾക്കാരെ ഇയാൾ ലിസൺ ചെയ്യുന്ന ഇതുപോലും ആൾക്കാർ ചെയ്യാൻ റെഡിയാകുന്നില്ല. ഇവിടുന്ന് നിങ്ങൾ കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങളിത് 2 പ്രാവശ്യമെങ്കിലും ചെയ്യുക. കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നിങ്ങൾ 3 പ്രാവശ്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ പ്രോബ്ലം എന്നാണ്, അതെങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്, എന്ത് പ്രോബ്ലം ആണ്, എന്ത് പ്രോബ്ലം എങ്ങനെ അഫക്ട് ചെയ്യുന്നത്, ഈ 3 സൈക്കിൾ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു കസ്റ്റമറുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പ്രോബ്ലംസും ആ പ്രോബ്ലത്തിനുള്ള ആൻസറും അവർ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് സെല് ചെയ്യാനുള്ള ടൂള് ഓൾറെഡി അവർ തന്നു കഴിഞ്ഞു. അപ്പം ഇനി നിങ്ങളെ സംബന്ധിച്ചോളം ആ ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് സെല് ചെയ്യാം. അപ്പൊ അവിടെ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് നിങ്ങളെ സംബന്ധിച്ചോളം ക്ലാരിഫൈ ദ പെയിൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് സാധാരണഗതിയിൽ ഹ്യൂമൻസ് എപ്പോഴും 2 ഹ്യൂമൻ ബ്രെയിനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ആ 2 ഹ്യൂമൻ ബ്രെയിനുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്
ഇയാൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇയാൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലായിട്ടുണ്ടോ. ബ്രെയിൻ വണ്ണ് എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു ബ്രെയിൻ ടു ബ്രെയിൻ ഇൻട്രാക്ഷനാണ്. ബ്രെയിൻ ടൂവിന് ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ. അപ്പോൾ അവർ ഈ പ്രോബ്ലങ്ങളും അതെങ്ങനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് അറിയിക്കാൻ നിങ്ങളൊരു സ്റ്റേറ്റ്മെന്റ് പറയും. ഇതിനെയാണ് ഞാൻ ലേബലിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. ലേബലിംഗ് എന്ന് പറഞ്ഞാൽ അപ്പം മറ്റൊരു രീതി പറഞ്ഞാൽ നിങ്ങൾ ബ്ലഡ് പ്രഷർ ഹൈയാണ്, അതുകൊണ്ട് നിങ്ങളുടെ സെക്സ് ഡ്രൈവ് കുറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇനിയും കുട്ടികൾ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇത് ചെയ്യണം അല്ലേ. ഓക്കെ, ക്ലിയർ ആണ്. ഇതിനെയാണ് ലേബലിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ പ്രോബ്ലം അതെങ്ങനെയാണ് അവരെ അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഒരു ലേബൽ ഒട്ടിക്കുവാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഒരു ലേബൽ എടുത്ത് അവരുടെ നെറ്റിയിലോട്ട് ഒട്ടിക്കുവാണ്. ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം അല്ലേ. അപ്പോൾ ഈ ലേബൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ രജിസ്റ്റേർഡ് ആയി, ഓക്കെ അങ്ങനെ ഒരു പ്രോബ്ലം എനിക്കുണ്ട്, ഓക്കെ അപ്പോൾ ആ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചോളം മുന്നോട്ട് പോകാമെന്നൊരു ക്ലാരിറ്റിയിലേക്ക് എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഡ്രീം ഔട്ട്കം എന്താണ് എന്ന് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഡ്രീം ഔട്ട്കം ചോദിക്കാനായിട്ട് നിങ്ങൾക്ക് പല വഴികളുണ്ട്. ആ ഡ്രീം ഔട്ട്കം ചോദിക്കാനുള്ള ആദ്യത്തെ വഴി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താണ്, സിമ്പിളാണ്, ഞാനും നിങ്ങൾ ഒരുമിച്ചിരിക്കുവാണ്. ഇത് ബേസിക്കലി അമേരിക്കയിൽ ആക്ച്വലി കനേഡിയൻ ആയിട്ടുള്ള ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റിൻ്റെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വന്നേക്കുന്ന ഒരു ഐഡിയ ആണ്. ഞാനും നിങ്ങളും തമ്മിൽ ഒരുമിച്ചിരിക്കുവാണെങ്കിൽ, ആളുടെ പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഞാനും നിങ്ങൾ രണ്ടു വർഷം കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ചിരിക്കുവാണ്. നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സിറ്റുവേഷന് നിങ്ങളുടെ ഈ പ്രോബ്ലത്തെക്കുറിച്ച് നിങ്ങൾ പറയുവാണെങ്കിൽ എന്ത് റിസൾട്ട് ഉണ്ടായാലാണ് നിങ്ങളുടെ ഫൈനാൻഷ്യൽ പ്രോബ്ലം, നിങ്ങളുടെ റിട്ടയർമെന്റ് പ്രോബ്ലം, നിങ്ങളുടെ ബ്ലഡ് പ്രഷർ പ്രോബ്ലം, നിങ്ങളുടെ വാക്യൂം ക്ലീനർ പ്രോബ്ലം, നിങ്ങളുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള മെറ്റീരിയൽസിന്റെ പ്രോബ്ലം, ഈ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്താലാണ് നിങ്ങൾ ആ സമയത്ത് എന്നോട് പറയുക, ഓ റൂബിൾ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇത് സോൾവ് ചെയ്താലാണ് അത് സാധിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചർ പേസിംഗ് എന്ന് പറഞ്ഞാൽ NLP എന്ന് പറഞ്ഞേക്കുന്ന ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്ന് പറഞ്ഞ മെത്തഡോളജിയിൽ ബേസിക്കലി ഫ്യൂച്ചർ പേസിംഗ് ആണ്. 2 വർഷം കഴിഞ്ഞിട്ടുള്ള അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എടുത്തിട്ട്, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നേരത്തെ അവിടുന്ന് നോക്കിയിട്ട് എന്ത് ചെയ്താലാണ്, പുറകോട്ട് നോക്കുവാണ്, എന്ത് ചെയ്താലാണ്, ഇപ്പം എന്ത് ചെയ്താലാണ്, അല്ലെ എന്ത് റിസൾട്ടിലേക്ക് എത്തിയാലാണ് നിങ്ങൾക്ക് വേണ്ട റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തി എന്ന് തോന്നുന്നത്. ഇതാണ് ഒരു ഫ്യൂച്ചർ പേസിംഗ് ക്വസ്റ്റ്യൻ. മറ്റൊരു രീതി എളുപ്പത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഐഡിയൽ സൊല്യൂഷൻ? നിങ്ങളുടെ ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? നിങ്ങളുടെ ഈ ബ്ലഡ് പ്രഷർ ഐഡിയൽ ആയിട്ടുള്ള സൊല്യൂഷൻ എന്താണ്? അപ്പോൾ അവർ പറയുകയാണ്, എനിക്ക് 120/80 ബ്ലഡ് പ്രഷർ വരുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നെ സംബന്ധിച്ചോളം എനിക്ക് എൻ്റെ സിറ്റുവേഷൻ ഹാൻഡിൽഡ് ആണ്. ഇതാണ് എൻ്റെ ഐഡിയൽ ആയിട്ടുള്ള ഔട്ട്കം. അപ്പോൾ ഐഡിയൽ ആയിട്ടുള്ള റിസൾട്ട് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ ഡ്രീം ആയിട്ടുള്ള ഔട്ട്കം, ഡ്രീം ആയിട്ടുള്ള റിസൾട്ട് പറയുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മോസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള സെയിൽസിലുള്ള ആൾക്കാരും മോസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള മാർക്കറ്റേഴ്സും മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് ആ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വിചാരിക്കുന്ന മോസ്റ്റ് മെജോറിറ്റി ഓഫ് ആൾക്കാരും വിചാരിക്കുന്നത് നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെന്നാണ്. റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അത് വളരെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ലെവലിലെ പ്രോബ്ലം ഇൻഫ്ലുവൻസ് ആകുന്നുള്ളൂ. വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും, ഓ ഡ്രീം ആയിട്ടുള്ള ഡ്രീം സൊല്യൂഷന് വേണ്ടിയിട്ടായിരിക്കും എന്നാൽ അവർ വാങ്ങുന്നത്. അതാണ് നിങ്ങൾ പറയാൻ നോക്കുന്നത്. തീർച്ചയായിട്ടും ഡ്രീം സൊല്യൂഷന് വേണ്ടിയും അല്ല അവർ വാങ്ങുന്നത്, വേറൊരു കാര്യത്തിന് വേണ്ടിയാണ്. അതെന്താണെന്ന് ഞാൻ ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നിങ്ങൾ വിചാരിക്കും, അയ്യോ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന പ്രോബ്ലത്തിന് വേണ്ടിയിട്ടും ഡ്രീം സൊല്യൂഷന് വേണ്ടിയിട്ടും അല്ല, എൻ്റെ പ്രൊഡക്റ്റ് ഭയങ്കര നല്ലതായതുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നത്. അവിടെ നിങ്ങൾ ടോട്ടലി ലോസ്റ്റ് ആണ്. നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചോ, നിങ്ങളുടെ സർവീസിനെ കുറിച്ചോ, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചോ, നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും അല്ലാതെ, നിങ്ങളുടെ സ്റ്റാഫിലും കുറച്ച് ആൾക്കാരും അല്ലാതെ ആരും കെയർ ചെയ്യുന്നില്ല. നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ച് കെയർ ചെയ്യുന്നില്ല. മനുഷ്യനെ സംബന്ധിച്ചോളം അവൻ്റെ പ്രോബ്ലം അവൻ്റെ സൊല്യൂഷനിലേക്ക് മാത്രമാണ് ഫോക്കസ് ഉള്ളത്. ആ മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ എത്തണം. ആ റിയാലിറ്റി നിങ്ങൾ കാണാൻ പറ്റണം. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ആൾക്കാർ റിയലി വാങ്ങുന്നത്? പ്രോബ്ലം കൊണ്ടല്ല, പെയിന് കൊണ്ടാണ്. ആ പ്രോബ്ലം അവരെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള പെയിന് കൊണ്ടാണ് അവർ വാങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പെയിൻ നമ്മൾ അവരോട് ചോദിക്കുന്നത്. അതിനുശേഷം ഡ്രീം സൊല്യൂഷൻ അല്ലെ ഡ്രീം ഔട്ട്കം കൊണ്ടല്ല, ആ ഡ്രീം ഔട്ട്കം കൊണ്ട് അവർക്കുണ്ടാകുന്ന ബെനഫിറ്റ് കൊണ്ടാണ്
അവർ നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നത്. അപ്പം നാച്ചുറലി നമ്മൾ അവരോട് ചോദിച്ചു, എന്ത് ചോദിച്ചു, നിങ്ങളുടെ ഡ്രീം ഔട്ട്കം എന്താണ്, നിങ്ങളുടെ ഡ്രീം റിസൾട്ട് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചു. അപ്പോൾ അവർ അതിൻ്റെ ആൻസർ പറഞ്ഞാൽ ഉടനെ നമ്മൾ ചോദിക്കുന്നത് ഹൗ ഇസ് ദാറ്റ് ഗോയിൻ ടു ബെനിഫിറ്റ് യു എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇതിനെയാണ് ഡ്രീം ഔട്ട്കം ബെനിഫിറ്റ് എന്ന് പറഞ്ഞേക്കുന്ന പാക്കേജ്. അപ്പോൾ ഒരു പാക്കേജാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള 5,000 രൂപയുടെ ഒരു പ്രൊഡക്റ്റാണ് സെല് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ഫൈൻ. ഒരു പ്രാവശ്യം നിങ്ങൾ ചോദിച്ചു, പെയിൻ എന്താണെന്ന് ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു, ആ പ്രോബ്ലം എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് പെയിൻ ചോദിച്ചു. അപ്പോൾ ഒരു സൈക്കിൾ ഇത് രണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സെയിൽസ് ഓൾമോസ്റ്റ് ക്ലോസിങ്ങിലേക്ക് നിങ്ങൾ പോകാറായി. അപ്പം പക്ഷെ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വലിപ്പം, ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ 5 കോടി രൂപ മുകളിൽ വരെയുള്ള പ്രൊഡക്റ്റുകളിൽ ഉള്ള കമ്പനികളിൽ വർക്ക് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ 100 കോടി മുകളിലുള്ള പല കമ്പനികൾ ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് ഈ ഒരു 1-2 പ്രാവശ്യം മാത്രം ചോദിച്ചാൽ പോരായിരിക്കും, 2-3 സൈക്കിള് ഇതേ കാര്യം ചോദിച്ചാലാണ് അവരെ സംബന്ധിച്ചോളം ആ പ്രോബ്ലം പെയിന് അതുപോലെ ഡ്രീം സൊല്യൂഷൻ ബെനിഫിറ്റിലൂടെ കസ്റ്റമറിനെ ഇന്നഫ് ആയിട്ടുള്ള ബൈയിങ് പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതിങ്ങനെ എൻ്റെ പ്രോഡക്റ്റ് പെട്ടെന്ന് ആൾക്കാരെ മേടിക്കുന്നതല്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സിനെ നിങ്ങൾ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന എൻറ്റയർ ആയിട്ടുള്ള പ്രോസസ്സിനെ സ്പ്ലിറ്റ് ചെയ്ത് ചിലപ്പോൾ ഒരാഴ്ച ഒരു കാര്യം ചോദിച്ചു, അടുത്ത ആഴ്ച ഒരു കാര്യം ചോദിച്ചു, അടുത്ത ആഴ്ച ചിലപ്പോൾ 2-3 മാസം കൊണ്ടായിരിക്കും നിങ്ങൾ എൻറ്റയർ ആയിട്ടുള്ള പ്രോസസ്സോട് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ സെയിൽസിൽ എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഞാൻ ഫ്രണ്ട് കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകൾ ഞാൻ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സിംപ്ലിഫൈഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ വീഡിയോയിലൂടെ ഇത് മുഴുവൻ ഞാൻ ഷെയർ ചെയ്യുവാണ്. നിങ്ങൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് ഇരിക്കാനായിട്ട്. 2025 ഇനി ഒരു പക്ഷേ 2025 ശേഷമാണ് നിങ്ങൾ കേൾക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കേൾക്കുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ചോളം ഈ സ്കില്ല് ബിൽഡ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യിക്കുന്നത്. അല്ലാതെ ജസ്റ്റ് ഒരു ആവേശവും മോട്ടിവേഷനും അല്ല. ആവേശവും മോട്ടിവേഷനും ഇങ്ങനെ വന്നു താഴോട്ട് പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള സ്കില്ല് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്നുള്ള, നിങ്ങൾ എന്തുകൊണ്ടാണ് നടക്കുന്നത്, നിങ്ങൾ മോട്ടിവേഷൻ സ്പീച്ച് കേട്ടുകൊണ്ടല്ല നടക്കുന്നത്, നിങ്ങൾ വീഴാൻ റെഡി ആയതുകൊണ്ടാണ് നടക്കാൻ പഠിച്ചത്. ക്ലിയർ ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളിങ്ങനെ കളുടിയന്മാരെ പോലെ നടന്ന് തുടങ്ങി, അല്ലെ അവിടുന്ന് എഴഞ്ഞു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യായിരുന്നു. എന്തൊരു പാടാണ്, മുട്ടിനൊക്കെ എന്തൊരു വേദനയാണെന്നറിയോ. ഈ അഴിച്ചിൽ ഈ സ്റ്റെപ്പാ ശരിക്കും നമുക്ക് ആവശ്യമില്ലായിരുന്നു കേട്ടോ എന്ന് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾ എഴഞ്ഞു. പിന്നെ അവിടുന്ന് ഒരു ഭിത്തിയെ പിടിച്ച് ഒരു ദിവസം എഴുന്നേറ്റ് നിന്നപ്പോൾ നിങ്ങളുടെ അച്ഛനോ അമ്മയോ നിങ്ങൾ എൻ്റെ അമ്മോ നമ്മുടെ ഔതക്കുട്ടി എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞ് അപ്പം നിങ്ങൾ വീണു, ചന്തി തല്ലി വീണു, തലയിടിച്ചപ്പോഴത്തേനും പക്ഷെ തല സ്പ്രിങ് പോലെയാണ്, തല ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വന്നു. അപ്പം നിങ്ങൾ ട്രൂലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിസിനസ് ഇതുപോലെ തന്നെയാണ്, നടക്കാൻ പഠിക്കുന്ന പോലെ ചിലപ്പം ചില ആൾക്കാർക്ക് കുറേ സ്റ്റെപ്പുകളിലൂടെ ആയിരിക്കും എത്താൻ പറ്റുള്ളൂ. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റും നിങ്ങളുടെ ഡ്രീമും ഇതും വെച്ചിട്ട് ചില ആൾക്കാരെ സംബന്ധിച്ചുള്ള പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷെ അൾട്ടിമേറ്റ്ലി നിങ്ങളിത് പഠിക്കാതെ നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യുന്നില്ല. ബിസിനസ് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് പഠിച്ചേ ഒക്കുള്ളൂ. അതാണ് ട്രൂത്ത്. കേൾക്കാൻ രസം അല്ലെങ്കിലും പോലും. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം എഫേർട്ട് ഇട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അപ്പം ഈ 3 സൈക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം പെയിനും പെയിനും അതുപോലെ ഡ്രീം റിസൾട്ട്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ്, അതിൻ്റെ റെപ്പിറ്റേഷൻ. അപ്പോൾ വേറെ എന്താണ് നിങ്ങളുടെ ഐഡിയൽ ഔട്ട്കം, നിങ്ങൾ ബെസ്റ്റ് റിസൾട്ടിലേക്ക് എത്താനായിട്ട് വേറെ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, അതാണ് ഡ്രീം ഔട്ട്കം 2. അപ്പം അതെങ്ങനെയാണ് നിങ്ങളെ ബെനിഫിറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് കമ്പനിയുടെ പർച്ചേസാണ്, എൻ്റെ കസ്റ്റമർ ബൈ ചെയ്ത ജനറേറ്ററാണ്, എൻ്റെ കസ്റ്റമർ ബൈ ചെയ്യുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, അവിടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് തന്നെയാണ്. അപ്പം അങ്ങനെയാണ് കമ്പനി അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്ന് ചോദിക്കാം ബെനിഫിറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാര്യത്തിൽ. അപ്പം ഇങ്ങനെ നിങ്ങൾ 3 പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ കസ്റ്റമറിന് എന്താ വേണ്ടതെന്ന് മനസ്സിലായി. നമ്മൾ കുറേ സ്റ്റെപ്പുകളിലൂടെ കടന്നുപോയി. ബൈ ദ വേ, ഇവിടെ വരെ നിങ്ങൾ എത്തിയത് നിങ്ങളെ ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കാരണം വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് കേൾക്കാൻ വേണ്ടി വന്ന ആളല്ല, നിങ്ങൾ ട്രൂലി നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ കമ്മിറ്റഡ് ആയിട്ടുള്ള ആളാണ്. അപ്പം ഇവിടെ വരെ നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ സീരിയസ് ആണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോയിൽ നിൽക്കുക, അവസാനം വരെ വന്ന് നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനെയൊന്നും ഞാൻ പറയാറില്ല. കാരണം എൻ്റെ ഒരു ട്രൂ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബിലീഫ് എന്ന് വെച്ചാൽ ഡിസർവ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഇത് കേൾക്കാവുള്ളൂ. ഞാൻ ഈ പറയുന്ന ആൾക്കാർ, അതായത് എൻ്റെ ഈ പറഞ്ഞത് ഇത് ഹമ്പിളായിട്ടുള്ള ദൈവാനുഗ്രഹം കൊണ്ട് ഞാൻ പഠിച്ചിട്ടുള്ള കുറേ എക്സ്പീരിയൻസിലൂടെ, അബദ്ധങ്ങളിലൂടെയും വളർച്ചകളിലൂടെയും വിജയങ്ങളിലൂടെയും ഒക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാൻ റെഡിയുള്ളവർ മാത്രമേ അത് കേൾക്കാവുള്ളൂ എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഇടുന്നത്. അപ്പം റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ, നിങ്ങളെപ്പോലുള്ള ക്വാളിറ്റി ഉള്ള റൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ വന്ന് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ ബിസിനസ്സിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഇൻറ്റൻഷനിലാണ് ഞാൻ ഈ വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ബഹളം വെക്കലും ഭയങ്കര സ്പീഡ് വെച്ച് പറയലും അങ്ങനെ ഉള്ള, ചിലപ്പോൾ നേരത്തെ അങ്ങനെയൊക്കെ ഞാൻ പറയുമായിരുന്നു. ഇപ്പം ഞാൻ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിസിനസ്സാണ്, നിങ്ങളുടെ ആവശ്യമാണ്, നിങ്ങൾ വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക, ക്ഷമയോടെ കേട്ടിരിക്കുക. പക്ഷെ നിങ്ങൾ ഇവിടെ വരെ എത്തി,
എത്തിയ സ്ഥിതിക്ക് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി ഇത് മുഴുവൻ കേട്ടെന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് കേൾക്കാൻ പറ്റില്ല പിന്നെ കേൾക്കുക, പറ്റുവാണെങ്കിൽ ഇന്ന് കേൾക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പം നിങ്ങളെ സംബന്ധിച്ചോളം പ്രോബ്ലംസ്, പെയിന്, അതിൻ്റെ ഒരു സൈക്കിൾ കഴിഞ്ഞു. പ്രോബ്ലം പെയിൻ്റെ 1, 2, 3 സൈക്കിൾ കഴിഞ്ഞു. അപ്പം 3 സൈക്കിൾ കഴിഞ്ഞു. അപ്പൊ ഡ്രീം റിസൾട്ട് 3 സൈക്കിൾ കഴിഞ്ഞു. 3 സൈക്കിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങളെ സംബന്ധിച്ചോളം ഡ്രീം റിസൾട്ട് എന്താണ്, അതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, ഡ്രീം റിസൾട്ട് ആണ് അതെങ്ങനെയാണ് ബെനിഫിറ്റ് ചെയ്യുന്നത്, ഇത്രയും ചോദിച്ചു കഴിഞ്ഞപ്പം ഇവരുടെ മനസ്സിൽ ഈ ഡ്രീം ആക്ടിവേറ്റഡ് ആയി. അപ്പൊ ഡ്രീം ഇങ്ങനെ ആക്ടിവേറ്റഡ് ആയി അവരുടെ തലയിൽ അവർ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുവാണ്. ഓക്കെ, അപ്പൊ ആ എക്സൈറ്റഡ് ആയിട്ട് ആക്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നമ്മൾ അതിനെ ലേബൽ ചെയ്യുവാണ്. അപ്പൊ അവരുടെ വളർച്ചേനെ നമ്മൾ ലേബൽ ചെയ്യുവാണ്. ഫോർ എക്സാമ്പിൾ, ഒരു മോമോ പറയുവാണ്, ഇപ്പം ഡിസ്ലെക്സിക് ആയിട്ടുള്ള അല്ലെ ഓട്ടിസം ഉള്ള ഒരു കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നിരിക്കട്ടെ. ഓട്ടിസം ആയിട്ടുള്ള കുട്ടികളെ അവരുടെ ലൈഫ് മാനേജ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന. അപ്പൊ ആ വിമനെ സംബന്ധിച്ചോളം, ആ അമ്മയെ സംബന്ധിച്ചോളം പലപ്പോഴും ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ, ആ അമ്മയെ സംബന്ധിച്ചോളം എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി, ഷെയിം ഉണ്ടാവും. അതായത് ഞാൻ പോരാ, ഞാൻ ഒരു മോശമായ അമ്മയാണ്. ഇപ്പൊ മദറിലോ പറഞ്ഞു, നീ എന്താ, നിന്റെ ഇതുകൊണ്ടല്ലേ, നീ നല്ല സ്വഭാവം ഇല്ലാത്ത ആളായിരുന്നുകൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ച്, അങ്ങനെ ഞാൻ ഇത് ചെയ്തുകൊണ്ടല്ലേ പ്രശ്നം ഉണ്ടായെന്ന് ചിലപ്പോൾ മദറിലോയോ ഫാദറിലോയോ സിസ്റ്ററിലോയോ ഒക്കെ പറയാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ഇൻസെക്യൂരിറ്റി കൊണ്ട് വരുന്ന ഒരു ആ മോമിനെ സംബന്ധിച്ചോളം കാര്യം, പുള്ളിക്കാരി ഈ കഷ്ടപ്പാടിലൂടെ എല്ലാം കടന്നു പോകേണ്ട വന്നു. ആ കടന്നു പോകേണ്ട വന്നിട്ട് നാട്ടുകാരിരിക്കുന്ന വായിലിരിക്കുന്ന കേൾക്കേണ്ട കൂടെ വരുവാണ് ഈ എക്സ്പീരിയൻസിന്റെ കൂടെ. അത് ഭയങ്കര ടഫ് അല്ലേ? അപ്പൊ ആ ഒരാളെ സംബന്ധിച്ചോളം ആ ആളുടെ മനസ്സിൽ ഈ ഈ ആ ഡ്രീം പറയുമ്പോൾ ആൾക്കൊരു സൂപ്പർ മോം എന്ന് പറഞ്ഞേക്കുന്ന ഒരു ലേബലാണ് പുള്ളിക്കാരിക്ക് വേണ്ടത്. ഇതിനെയാണ് പോസിറ്റീവ് ലേബലിംഗ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ ലേബലിംഗ് ന്യൂറോളജിക്കലിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട് ന്യൂറോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞാൽ, ബ്രെയിനിനെ സംബന്ധിച്ചോളം ബ്രെയിന് ഇതുപോലെ സ്റ്റോറി ലേബലിങ്ങിലൂടെയാണ് നമ്മളുടെ മെമ്മറി സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ ബ്രെയിനിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഈ തലച്ചോറിൻ്റെ ഏതാണ്ട് ഇവിടെയായിട്ട് ഇവിടെ അകത്ത് തലച്ചോറിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡാനിയൽ സീഗൽ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ന്യൂറോ സയന്റിസ്റ്റ് തലച്ചോറിനൊരു മോഡൽ ഉണ്ടാക്കി. നമ്മുടെ കൈയാണ് മോഡൽ. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കൈ ഇങ്ങനെ എടുക്കുക, വിരൽ ഇങ്ങനെ അകത്തോട്ട് വയ്ക്കുക. നിങ്ങൾക്ക് തന്നെ വേണം ചെയ്ത് നോക്കാം. വിരൽ ഇങ്ങനെ അകത്തോട്ട് വയ്ക്കുക, ഇങ്ങനെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വിരലാണ് ലിംബിക് സിസ്റ്റം. ഓക്കെ, ഈ ഫ്രണ്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ. അതിന് മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നും പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മറ്റു വീഡിയോസ് ന്യൂറോളജിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളുടെ ഈ എൻ്റയർ എല്ലാ തീം ബ്രെയിൻ ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ന്യൂറോളജി സൈക്കോളജിയെ കുറിച്ച് ഞാൻ സംസാരിക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഈ വിരലില്ലേ, അതായത് നിങ്ങളുടെ ബ്രെയിൻ മോഡലായിട്ടുള്ള ഈ ബ്രെയിൻ മോഡലിൻ്റെ അകത്തിരിക്കുന്ന ഈ വിരലിൻ്റെ അകത്ത് 2-3 ഏരിയാസ് ഉണ്ട്. ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ഇവിടെ ഉണ്ട്, ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, അമിഗ്ഡല ഉണ്ട്. പ്രധാനമായിട്ടും ഈ 3 ഏരിയകളുള്ള ഈ വിരലിന് പറയുന്ന, തള്ളവിരലിന് പറയുന്ന പേരാണ് ലിംബിക് സിസ്റ്റം. അപ്പൊ ഈ ലിംബിക് സിസ്റ്റത്തിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ലൈഫിലുള്ള ഡെയിലി ആയിട്ടുള്ള മെമ്മറീസ് നമ്മുടെ ഹിപ്പോ ക്യാമ്പസിൽ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ റാം എന്ന് കേട്ടിട്ടില്ലേ, റാൻഡം ആക്സസ് മെമ്മറി. കമ്പ്യൂട്ടറിൽ നിങ്ങൾ എത്ര റാം ഉണ്ട്, 8 റാം ഉണ്ടോ, 16 ആണോ, 4 ആണോ നിങ്ങൾ ചോദിക്കില്ലേ? ഇതുപോലെ നിങ്ങളുടെ ബ്രെയിനിന്റെ റാമാണ് ഹിപ്പോ ക്യാമ്പസ്. അപ്പൊ ഈ ഹിപ്പോ ക്യാമ്പസ് എന്താണ് സിറ്റുവേഷൻ? ഹിപ്പോ ക്യാമ്പസ് മെമ്മറി സ്റ്റോർ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പിൽക്കാലത്ത് വീഡിയോകൾ ചെയ്യാം. എങ്ങനെ സ്റ്റോർ ചെയ്യുന്ന ആ മെമ്മറി നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, അത് വെച്ച് ബിസിനസ്സിനെ എങ്ങനെ വളർത്താമെന്നൊക്കെ ഞാൻ പിന്നെ പിൽക്കാലത്ത് ചെറിയ വീഡിയോകൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി കേൾക്കാം. പിന്നെ ഞാൻ കൂടുതലായിട്ട് പുതിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ഹിപ്പോ ക്യാമ്പസിന് ഈ ലേബൽ ഉണ്ടെങ്കിലാണ് നിങ്ങളുടെ മെമ്മറി സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്നത്. അപ്പൊ ഏത് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ആ എക്സ്പീരിയൻസിനെ ലേബൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ഈ ക്ലയന്റ്, അതായത് ഓർഡിനറി ആയിട്ടുള്ള ലൗസി മോം എന്നാണ് പുള്ളിക്കാരിക്ക് കുറിച്ച് തന്നെ തോന്നിക്കൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ലൗസി മോം മാറി നമ്മൾ പറയുക, ഓ തെരേസ. അപ്പൊ തെരേസയെ സംബന്ധിച്ചോളം ഒരു സൂപ്പർ മോം ആകുന്ന സിറ്റുവേഷനിലേക്ക് മാറുക എന്നുള്ളതാണ് മറ്റു രീതി പറഞ്ഞാൽ തെരേസയുടെ ഗോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ലേബലിങ്. ഇതാണ് പോസിറ്റീവ് ലേബലിംഗ്. ഈ പോസിറ്റീവ് ലേബലിങ്ങിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഉണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ, അവർക്ക് വളരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവരുടെ നെക്സ്റ്റ് ലെവലിലേക്ക് കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ അവരെ സംബന്ധിച്ചുള്ള ഒരു ഫ്രീഡം കിട്ടുവാണ്. എന്തിനുള്ള ഫ്രീഡം? നെക്സ്റ്റ് ലെവലിലേക്ക് വളരാനുള്ള ഫ്രീഡം കിട്ടുവാണ്. നിങ്ങൾ റിയലൈസ് ചെയ്യുന്നത് വെച്ചാൽ, എഗെയിൻ ഞാൻ ഈ പറഞ്ഞേക്കുന്ന നമ്മുടെ ബ്രെയിൻ മോഡലിൽ അപ്പൊ ആ ബ്രെയിൻ മോഡലിൽ ഇവിടെയാണ് നമ്മുടെ ലിംബിക് സിസ്റ്റം ഇരിക്കുന്നത്. ഈ ലിംബിക് സിസ്റ്റത്തിനകത്ത് നമ്മൾ സ്റ്റോറികൾ ഉണ്ടാക്കി വെച്ചേക്കുവാണ് നമ്മുടെ പ്രോബ്ലങ്ങളെ കുറിച്ച്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ, മോസ്റ്റ് ഓഫ് ദി സൈക്കോളജി അരച്ച് കലക്കി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഹ്യൂമൻസ് അവരുടെ പ്രോബ്ലങ്ങളുടെ സ്റ്റോറികളിൽ പെട്ട് കിടക്കുവാണ്. നമ്മൾ ചിലന്തി വലയിൽ പെട്ട് കിടക്കുന്ന പോലെ.
അല്ലെങ്കിൽ ഹണിക്കകത്ത് ചില ജീവികൾ പെട്ട് കിടക്കുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞ പോലെ ചിലപ്പോൾ ഹണി ആയിരിക്കും, ചിലപ്പോൾ ചിലന്തി പോലെ ആയിരിക്കും. രണ്ടിലാണെങ്കിലും ഹ്യൂമൻസ് ആ ട്രാപ്പിൽ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ പെട്ട് കിടക്കുന്ന ഹ്യൂമൻസ് പുറത്തു വരാനായിട്ട് റെഡിയല്ല. അവർ ഈവൻ പലപ്പോഴും ഈ പറഞ്ഞ രീതിയിൽ പ്രൊഡക്റ്റോ അല്ലെ സർവീസോ, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും എക്സ്റ്റെൻഡ് അനുസരിച്ച് പലപ്പോഴും ആ പ്രൊഡക്റ്റോ സർവീസോ ചുമ്മാ കേട്ട് പോയേക്കാം എന്ന് പറയണം. തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുവാണ്. തെറാപ്പി ചെയ്യാൻ അവർക്ക് തെറാപ്പിസ്റ്റിനെ കാണാനും വർത്തമാനം പറയാനും ഇഷ്ടമാണ്. പക്ഷെ ആക്ച്വൽ റിസൾട്ടിലേക്ക് പോകാൻ ആഗ്രഹമില്ല. ബിസിനസ് വളരണമെന്ന് ആഗ്രഹിക്കും. ഇത് കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള അരിശമൊക്കെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങൾക്കത് ഉണ്ടാകില്ലെന്ന് എനിക്കറിയാം. ബിസിനസ് വളരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിലും ട്രൂലി അവർക്ക് ബിസിനസ് വളരാനായിട്ട് വലിയ പ്ലാനൊന്നും ഇല്ല. അവരെ സംബന്ധിച്ചോളം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലാണ് എൻജോയ്മെന്റ് കണ്ടതാണ്. പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കുറയ്ക്കണം, അതിന് പകരം പ്രവർത്തിക്കുന്ന കൂട്ടണം. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൽക്കാലത്ത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ സൂപ്പർ മാം എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി ആൾക്ക് കൊടുക്കുമ്പം ആളുടെ ഹിപ്പോ ക്യാമ്പസിൽ അതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിച്ചു വെക്കുവാണ്. ആ മെമ്മറി ഉപയോഗിച്ച് പുതിയൊരു ഐഡന്റിറ്റി ആൾക്ക് കിട്ടുവാണ്. ആൾക്ക് ഈ ചലന്തി വലയെന്ന് ടെമ്പററിലി ഫ്രീ ആകാനായിട്ട് പറ്റുവാണ്. ഈ ഹണി ട്രാപ്പിൽ നിന്ന് ഹണിയിൽ മുങ്ങിക്കിടക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ടെമ്പറലി പുറത്തിടാനായിട്ട് പറ്റുവാണ്. ഇത് അവർക്ക് റിലീഫ് കിട്ടുവാണ്, ടെമ്പററി റിലീഫാണ്. കാരണം അതുകൊണ്ട് ഈ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ട് അവരുടെ ജീവിതം മുഴുവൻ മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല. പക്ഷെ ആ ലേബലിങ് അവരെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകണം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫൈനലായിട്ടുള്ള ഫ്യൂ സ്റ്റെപ്പുകളേ ഉള്ളൂ. ആ സ്റ്റെപ്പുകൾക്ക് നിങ്ങൾ റെഡിയായി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സമ്മറിയാണ്. അതായത് സമ്മറി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു തുടക്കത്തിൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മറ്റൊരു ഹ്യൂമനുമായിട്ട് റപ്പോർ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മറ്റൊരാളായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ ഉപയോഗിക്കണം. അപ്പം നിങ്ങൾ അവരുടെ വാക്കുകളും അവരുടെ ഇമോഷൻസും അവരുടെ ഫ്രേസുകളും ഉപയോഗിച്ച് അവർ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതാണ്. ഞാനപ്പോൾ ഇങ്ങനെ ചോദിക്കുവാണ്, അതെ സുഷ്മിത ആടെ സിറ്റുവേഷൻ ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്തോട്ടെ, ഞാൻ എന്താ മനസ്സിലായെന്നുള്ളത് സമ്മറൈസ് ചെയ്തോട്ടെ. അപ്പോൾ സുഷ്മിത പറയാം ഷുവറായിട്ടും. അപ്പോൾ നമ്മൾ പറയാം, സുഷ്മിത ആദ്യം എന്നോട് പറഞ്ഞ പ്രോബ്ലം ഇതാണ്. അപ്പോൾ ആ പ്രോബ്ലം ഇങ്ങനെയാണ് സുഷ്മിതനെ അഫക്റ്റ് ചെയ്യുന്നത്. രണ്ടാമത് എന്നോട് പറഞ്ഞ പ്രോബ്ലം ഇതാണ് സുഷ്മിതനെ ഇങ്ങനെയാണ് സുഷ്മിതനെ അത് അഫക്റ്റ് ചെയ്യുന്നത്. മൂന്നാമത് സുഷ്മിത പറഞ്ഞ പ്രോബ്ലം ഇതാണ്, അത് സുഷ്മിതനെ ഇങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. സുഷ്മിതയുടെ ഡ്രീം ഔട്ട്കം ഇതാണ്. ആ കിട്ടിക്കഴിഞ്ഞാൽ സുഷ്മിത കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഇതാണ്. സുഷു എന്ന് വിളിക്കരുത്, സുഷു ചിലപ്പോൾ പിണങ്ങിപ്പോവും. അപ്പോൾ സുഷ്മിത രണ്ടാമത് പറഞ്ഞ റിസൾട്ട് ഇതാണ്. അപ്പോൾ ആ റിസൾട്ടിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ് ഇതാണ്. മൂന്നാമത് നിങ്ങൾ പറഞ്ഞ കാര്യം ഇത്. ഇങ്ങനെ സമ്മറൈസ് ചെയ്യുക. എന്നിട്ട് അവരോട് ചോദിക്കുക, ഡിഡ് ഐ ഗെറ്റ് ഇറ്റ് ഓർ ഡിഡ് ഐ മിസ് ഇറ്റ്? ഞാൻ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടോ, അതോ ഞാൻ വല്ല മിസ്സായിപ്പോയോ? ഇത്രയുള്ള സമ്മറി. ഈ സമ്മറി പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, ന്യൂറോളജിക്കലി അവരുടെ ബ്രെയിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. നിങ്ങളുടെ പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നു. സ്റ്റീഫൻ ആർ കവേ പണ്ട് എഴുതിയൊരു ബുക്കുണ്ട്, 7 ഹാബിറ്റ്സ് ഓഫ് എഫക്റ്റീവ് പീപ്പിൾ. ഒരുപാട് പേര് എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അതിനകത്ത് ഫീലിംഗ് അണ്ടർസ്റ്റുഡ്, ഓക്കെ, അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞതാണ് ഫീലിംഗ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അന്ന് തന്നെ ലോകത്തിൽ ഏറ്റവും കുറവായിരുന്നു, ഇന്നത് വളരെ ഹൈ ആണ്. അതായത് നമുക്ക് എല്ലാ ആൾക്കാരും വേറെ ആൾക്കാരെ നമ്മളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നും ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾക്ക് എപ്പോഴും ഹ്യൂമൻ സ്പീഷീസിന് സ്ട്രേഞ്ചിലി ഉള്ള സിറ്റുവേഷൻ നിങ്ങൾ ഒരിക്കലും കേൾക്കുന്നില്ല. നിങ്ങൾ എന്നെ ടു മച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ പ്ലീസ് എന്ന് നിങ്ങൾ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ടാകുകയില്ല. എന്നെ ഇത്ര അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് പ്ലീസ്, എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് എന്നൊരു സിറ്റുവേഷനില്ല. നമ്മളെപ്പോഴും നമ്മളെ മറ്റാൾക്കാർ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്ന സിറ്റുവേഷനിലാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ലിവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ അണ്ടർസ്റ്റുഡ് എന്ന് പറഞ്ഞ ഫീലിംഗ് വരുമ്പോൾ അവർക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രിൻസിപ്പിളിൽ എന്താണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അവരെ പോലെ ഒരാളാണ് നിങ്ങളെന്ന് അവർക്ക് ക്ലിയർ ആണ്. അവർ കൺവിൻസ്ഡ് ആണ് നിങ്ങളൊരു ഒറിജിനൽ ആയിട്ടുള്ള ഓതന്റിക് ആയിട്ടുള്ള ഹ്യൂമൻ ആണെന്ന് അവർ റിയലൈസ് ചെയ്യുവാണ്. അങ്ങനെ റിയലൈസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുവാണ് മുന്നോട്ട് ആക്ഷൻ എടുക്കാനായിട്ട്. ഇവിടെയാണ് സമ്മറി ഇരിക്കുന്നത്. അപ്പോൾ സമ്മറി റെഡി ആയി കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ നെക്സ്റ്റ് ലെവലിന് റെഡിയാണ്. അതിൻ്റെ പേരാണ് മെറ്റഫർ. അപ്പം നിങ്ങൾ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ബ്രെയിനിൽ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ കൈ ഇങ്ങനെ അടച്ചു പിടിക്കുവാണെങ്കിൽ, ഇതാണ് കൈ, ഇങ്ങനെ അടച്ചു പിടിക്കുവാണെങ്കിൽ ഈ അടച്ചു പിടിക്കുന്നതിൻ്റെ ഈ ഇരിക്കുന്ന വിരലാണ് ഇതാണ് വിരൽ, തള്ളവിരൽ എന്നൊന്നുമല്ല, തള്ളവിരല. പക്ഷെ ബ്രെയിനിലാണ് തള്ളവിരൽ വരച്ചേക്കുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ തള്ളവിരൽ ഇരിക്കുന്ന സ്ഥലത്താണ് ഹിപ്പോ ക്യാമ്പസ്. ഈ ഹിപ്പോ ക്യാമ്പസ് ബേസിക്കലി നേരത്തെ പറഞ്ഞ പോലെ മെറ്റഫറായിട്ട്, സ്റ്റോറികളായിട്ടാണ് ബ്രെയിനിൽ മെമ്മറി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചുള്ള സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിൽസ് എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്റ്റോറി എഴുതലാണ് സെയിൽസ്. ഇപ്പൊ അവർക്കൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, അതായത് അവർ ജീവിച്ചിരുന്ന ഇപ്പൊ പൊക്കൊണ്ടിരുന്ന ഒരു സ്റ്റോറി. അവിടുന്ന് അവരൊരു പുതിയ സ്റ്റോറിയിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതാണ് എന്ത്? സെയിൽസ്. അപ്പൊ അവർക്കൊരു പുതിയ സ്റ്റോറി നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോറി മേടിക്കാനായിട്ട് ഈ ബ്രെയിൻ റെഡി ആകണം, അല്ലെ? സ്റ്റോറി മേടിക്കാനായിട്ട് റെഡിയാണ്, ബയറായി മാറണം. അപ്പൊ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് മെറ്റഫർ. അപ്പൊ മെറ്റഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുവാണ്. അതായത് നിങ്ങൾ ക്യാഷ് റെസിസ്റ്റീവ് വരുവാണ്. സാധാരണ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. സാധാരണ ബിസിനസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൊതുമ്പ് വെള്ളത്തിൽ, ചെറിയൊരു വള്ളത്തിൽ ഈ മുങ്ങിയും പൊങ്ങിയും വെള്ളം കയറിയും ക്യാഷ് പോയി ക്യാഷ് എടുത്തും ഈ പറഞ്ഞ സെയിൽസ് ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്തും സെയിൽസ് കിട്ടാതിരുന്നു, പൈസ കളക്ട് ചെയ്യുന്നതിനകത്ത് കിട്ടാതിരുന്നു, പൈസയ്ക്ക് ടൈറ്റ് വന്നു, സ്വർണം വെച്ചു, സ്വർണം എടുത്തു, ക്യാഷ് ഇല്ലാതെ കഷ്ടപ്പെട്ടാണ് ഒരുപാട് ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറയുവാണ്, ക്യാഷ് റെസിസ്റ്റിൽ നിങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ട്രൂലി ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രൊഡക്റ്റ് ട്രൂലി ബിലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു ലക്ഷറി ആയിട്ടുള്ള ബോട്ടിൽ, ലക്ഷറി ക്രൂസിൽ ട്രാവൽ ചെയ്യുന്ന പോലെയാണ്. അപ്പോൾ അവിടെ റിയാലിറ്റിയിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ കൂടെ നൂറുകണക്കിന് വേറെ ബിസിനസ്സുകാരുണ്ട്, നിങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പൈസ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ ആഗ്രഹമാണ്. അവർ ലക്ഷറീസ് ആയിട്ടുള്ള ഫുഡ്, അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് അവരുടെ ഫാമിലി, അവരുടെ ഫ്രണ്ട്സും എല്ലാം അവിടെ ഉണ്ട്. അവരെ സംബന്ധിച്ചുള്ള അവർ എല്ലാ നല്ല എൻ്റർടൈൻമെൻറ്റോടു കൂടെ തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ ലേക്കിലൂടെ അപ്പുറത്തോട്ട് എത്തുവാണ്, അല്ലെ സീയിലൂടെ അപ്പുറത്തോട്ട് എത്തുവാണ്. അപ്പോൾ ചെറിയ കൊതുമ്പോളത്തെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പുഴ ക്രോസ് ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ കടൽ ക്രോസ് ചെയ്യുന്നതിന് പകരം, ഒരു ലക്ഷറി ബോട്ടിൽ സേഫായിട്ട്, കാരണം വലിയൊരു ബോട്ടാകുമ്പോൾ നിങ്ങൾക്ക് സേഫ്റ്റി ഉണ്ട്, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ഗൈഡുണ്ട്, ക്യാപ്റ്റൻ ഉണ്ട്, നിങ്ങളെ ഗൈഡ് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, മെൻറ്റേഴ്സ് ഉണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ്, ഇതോടുകൂടെ നിങ്ങൾക്ക് ഫുഡ് സെർവ് ചെയ്യാൻ ആൾക്കാരുണ്ട്. നിങ്ങളൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾക്ക് അപ്പുറത്തോട്ട് എത്താൻ പറ്റുവാണ്. ആ പ്രോസസ്സിൽ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടാവുകയാണ്, നിങ്ങൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവുകയാണ്, നിങ്ങളുടെ പാർട്ട്നേഴ്സ്, നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ, നിങ്ങളെ ഏറ്റവും കൂടുതൽ സിൻസിയർ ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി നിങ്ങളുടെ കൂടെയുണ്ട് എന്നൊരു ഫീൽ കിട്ടുവാണ്. 100 പേര് നിങ്ങളുടെ കൂടെയുണ്ട്, 1000 പേര് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന ഫീലോടുകൂടെ നിങ്ങൾക്ക് അക്കരയിലോട്ട് യാത്ര ചെയ്യാൻ പറ്റുവാണ്. ഇതാണ് ഒരു മെറ്റഫർ. ഇതുപോലൊരു മെറ്റഫർ നിങ്ങളുടെ ബിസിനസ്സിന് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പം നിങ്ങളുടെ ബിസിനസ് എന്ത് റിസൾട്ടാണ് കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് മെറ്റഫർ ഈ തള്ളവിരലിന് കൊടുത്താലേ ഉള്ളൂ. തള്ളവിരൽ മെറ്റഫറിക്കലി ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യുവാണ്. അപ്പം മെറ്റഫറിക്കലി അവർ ഈ പ്രൊഡക്റ്റ് ബൈ ചെയ്യുവാണെങ്കിൽ പിന്നെ അവർ ഓപ്പണാണ് നിങ്ങളുടെ ബിസിനസ് ഐഡിയ കേൾക്കാനായിട്ട്. ഇതിന് ശേഷം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഫൈനൽ സ്റ്റെപ്പുകളിലേക്ക് പോവുകയാണ്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഒരു സത്യസന്ധമായിട്ടുള്ള ക്ലയൻറ്റ് സ്റ്റോറി പറയുവാണ്. അപ്പോൾ ആ ക്ലയൻറ്റ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെപ്പോലെ സുഷ്മിതയെ പോലെ എൻ്റെ അടുത്ത് വന്ന ആളാണ് രേണുക എൻ്റെ അടുത്ത് വന്ന സമയത്ത് രേണുകയ്ക്ക് ഉണ്ടായിരുന്ന പ്രോബ്ലം, സുഷ്മിതയ്ക്കുള്ള പ്രോബ്ലത്തിന് സിമിലർ ആയിട്ടുള്ള പ്രോബ്ലം ഉള്ള മറ്റൊരു പ്രോസ്പെക്റ്റിനെ കണ്ടുപിടിച്ചിട്ട്, ആ പ്രോസ്പെക്റ്റ് അല്ലെങ്കിൽ മറ്റൊരു ക്ലയന്റിനെ കണ്ടുപിടിച്ചിട്ട് സത്യസന്ധമായിട്ട് കണ്ടുപിടിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തന്നെ സ്റ്റോറി നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ. മോസ്റ്റ് ആയിട്ടുള്ള എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള 10 കോടി മുതൽ 100 കോടി രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ അവരുടെ ബിസിനസ് ഗ്രോ ചെയ്യാനായിട്ട് ഞാൻ അവരെ പ്രൈവറ്റ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല ആൾക്കാരും അവരുടെ സ്റ്റോറികൾ പബ്ലിക്കലി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, വിച്ച് ഇസ് ഫൈൻ വിത്ത് മീ. അവരെന്തെങ്കിലും ഷെയർ ചെയ്യാൻ അലോ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള സ്റ്റോറികൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുകയും ചെയ്യാം. അപ്പം നിങ്ങളുടെ ജോലി എന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ക്ലയൻറ്റ് സ്റ്റോറി, എസ്പെഷ്യലി വലിയൊരു ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് സ്റ്റോറികൾ ഉണ്ടാവും, അല്ലേ? അപ്പം നിങ്ങൾ സുഷ്മിതയ്ക്ക് സിമിലർ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റ് സ്റ്റോറി അവിടെ ഷെയർ ചെയ്യുവാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള മെറ്റഫർ പറഞ്ഞ് അവരുടെ ബ്രെയിനിനെ ഒന്ന് ഓപ്പൺ ആക്കി റെഡിയാക്കി കൊണ്ടുവന്നു. അതിനുശേഷം അവരോട് ആക്ച്വലി അവർ റിലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറി പറയുകയാണ്. ഇവിടെ നിങ്ങളെ സംബന്ധിച്ചോളം ഇവിടെ ഒരു സിമിലാരിറ്റിയാണ് നോക്കുന്നത്. സിമിലാരിറ്റി, ഫോർ എക്സാമ്പിൾ, മുസ്ലിം ആയിട്ടുള്ള ഒരാളാണെങ്കിൽ മറ്റൊരു മുസ്ലിം ആയിട്ടുള്ള ഒരാളുടെ സ്റ്റോറി പറയുന്നത് നല്ലതാണ്. ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരാളുടെ സ്റ്റോറി പറയുന്നത് നല്ലതാണ്. ഒരു വുമൺ ആയിട്ടുള്ള ആളാണ് മറ്റൊരു വുമന്റെ സ്റ്റോറി പറയുവാണെങ്കിൽ നല്ലതാണ്. ഒരു മിഡിൽ ഏജ് വുമൺ ആണെങ്കിൽ മറ്റൊരു മിഡിൽ ഏജ് വുമന്റെ സ്റ്റോറി പറയുന്നത് നല്ലതാണ്. അവർക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ, കൾച്ചറലിയോ എത്നിക്കലിയോ അല്ലെങ്കിൽ എങ്ങനെ ലെവലിലും എങ്ങനെ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഫീൽ ചെയ്യും. നിങ്ങളൊരു മൂവി സ്റ്റാർ ആണ്, മറ്റൊരു മൂവി സ്റ്റാറിന്റെ ഇത് പറയാം. ഒരു സെലിബ്രിറ്റി ആണെങ്കിൽ മറ്റൊരു സെലിബ്രിറ്റിയുടെ എക്സാമ്പിൾ പറയാം. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ, അവരുടെ മനസ്സിൽ അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി കിട്ടുവാണ്. അപ്പൊ അവരുടെ ബ്രെയിനിൽ കാണുവാണ്, അവരുടെ ബ്രെയിനിൽ അവർക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുവാണ്. ബ്രെയിൻ ഓരോ പ്രാവശ്യം വരയ്ക്കുമ്പോഴും ഡിഫറെൻറ്റ് ഷേപ്പാണ്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മുടെ ഈ തള്ളവിരലിൽ അവരുടെ ബ്രെയിനിൽ അവർക്ക് കാണാൻ പറ്റുവാണ്, ഓ എന്താണ്, രുക്മിണിയുടെ സ്റ്റോറി പോലെ തന്നെ എൻ്റെ സ്റ്റോറി എനിക്കും അങ്ങോട്ട് എത്താൻ പറ്റുമെന്ന് പറയുകയാണ്. അപ്പോൾ അവർ ചലന്തി വലയെന്ന് പുറത്ത് ചാടാനായിട്ട് പറ്റുവാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ക്ലോസിലേക്ക് പോവുകയാണ്. അപ്പോൾ ക്ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, സെൽ ദം ദ വെക്കേഷൻ. അപ്പോൾ ഇവിടെ സെൽ ദം ദ വെക്കേഷൻ എന്ന് പറഞ്ഞാൽ, ബേസിക്കലി സാധാരണഗതിയിൽ നമ്മളൊരു ടൂറിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോകുവാണ്, ഒരു ടൂറിസ്റ്റ് എന്താണ്
ട്രാവൽ ഏജന്റിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ അവർ നമ്മളോട് പറയും അവിടെ കയറി ഒരു ട്രാവൽ ഏജന്റ് നിങ്ങളോട് പറയുവാണ് നിങ്ങൾക്ക് അവിടെ ബോർഡിംഗ് പാസ് എടുക്കണം, അവിടെ ആ ഫ്ലൈറ്റിൽ കയറണം, അവിടെ കയറിയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്ത് തള്ളും ഉണ്ടാവും, അവിടെ ആ ഉന്ത് തള്ളുണ്ടായി, എന്നിട്ട് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യും, നിങ്ങൾ അണ്ടർവെയർ ഊരാൻ പറയും, അത് ഊരി കഴിഞ്ഞാൽ നിങ്ങൾ ഇട്ട് കഴിയുമ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ ഇതിൽ ചൂട് ഓക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളെ സംബന്ധിച്ചോളം പിന്നെ അവിടെ നിന്ന് ബോർഡിംഗ് പാസ് ചോദിക്കും, പിന്നെ ഒരാൾ പറഞ്ഞു, പിന്നെ ഒരാൾ നിങ്ങളുടെ ബോഡി മുഴുവൻ മസാജ് ചെയ്യും, ഏതാണ്ട് വടി വെച്ചിട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം ചെയ്തു വരുള്ളൂ, പിന്നെ ചെയ്യാൻ ചോദിച്ചേക്കരുത്. ഇങ്ങനെ പറഞ്ഞ് നശിപ്പിച്ചിട്ട് ആ ട്രാവൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. മറ്റൊരാൾ പറയുവാണ്, അതെ നിങ്ങൾ ബാലിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ബാലിയിൽ പോകുമ്പോൾ നിങ്ങളുടെ പ്ലെയിന് ആകാശത്തിൽ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ ഐലൻഡ് കാണാം. അത് നിങ്ങൾ മിസ് ചെയ്ത് പോകരുത്. കാരണം ബാലി അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഐലൻഡാണ്. അപ്പോൾ ആ ബാലിക്ക് ചുറ്റും ഈ പറഞ്ഞ രീതിയിൽ ഗ്രീൻ ബ്ലൂ ടിൻറ്റിൽ ഓഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഓഷൻ അടുത്ത് വരുന്നതിനനുസരിച്ച് ഇത് വലുതായിരുന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ എക്സ്പീരിയൻസിൽ നിങ്ങളുടെ യാത്ര തുടങ്ങി. അവിടുന്ന് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലിമോയിൽ ആൾക്കാർ നിങ്ങളെ കൊണ്ടുവരാനായിട്ട് വരുന്നുണ്ടാവും. അവർ നിങ്ങളുടെ പേര് ജോസഫ് കുട്ടി, മേരിക്കുട്ടി എന്ന് പറഞ്ഞ് രണ്ട് പേരുകളുമായിട്ട് സൈനേജുമായിട്ട് നിൽക്കുന്നുണ്ടാവും. എങ്ങാനും ജോസഫ് ഏട്ടന് കണ്ണ് കാണാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ മേരി ചേച്ചി അത് കണ്ട് മനസ്സിലാക്കി എടുത്തോണം എന്ന് പറഞ്ഞിട്ട് സൈനുമായിട്ട് നിൽക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ലിമോയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഷെറട്ടൻ്റെ 5-സ്റ്റാർ ഹോട്ടലിലേക്കാണ് പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് കിട്ടുന്നുണ്ടാവും. അത് മാത്രമല്ല അപ്പോഴത്തേനും ലഞ്ചിന് ടൈം ആയിട്ടുണ്ടാവും. ലഞ്ച് കഴിയുമ്പോൾ തന്നെ ഇതേ ലിമോ തന്നെ നിങ്ങളെ ബീച്ചിൽ കൊണ്ടുപോകുന്നുണ്ട്. ക്ലിയർ ആണോ? ഇതാണ് സെല്ലിങ് ദ വെക്കേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള വെയിറ്റ് ലോസ് ഉണ്ടാക്കാനായിട്ട് ഒരു പേഴ്സണൽ ട്രെയിനിങ്ങിൻ്റെ അടുത്ത് പോവാണ്. ഒരു പേഴ്സണൽ ട്രെയിനിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു പേഴ്സണൽ ട്രെയിനർ നിങ്ങളോട് പറയുകയാണ്, അതെ നാളെ നിങ്ങളിങ്ങ് വരിക, ഞാൻ കാണിച്ചു തരാം. അതായത് ഞാൻ 110 പുഷപ്പ് ഞാൻ ചെയ്യിപ്പിക്കും. ഇപ്പൊ നിങ്ങൾ പറയും നിങ്ങളുടെ പരിപ്പളകും പുഷപ്പ് ചെയ്യുന്ന സമയത്ത്. ആ പരിപ്പളകി നിങ്ങൾ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറയും നിങ്ങൾ ട്രെഡ്മില്ലിൽ ഓടാൻ പറയും. നിങ്ങൾ അങ്ങനെ ട്രെഡ്മില്ലിൽ ഒരു 90-95 മിനിറ്റ് ഓടുമ്പോഴത്തേനും നിങ്ങൾ പട്ടി ഇങ്ങനെ കഥയ്ക്കുന്ന പോലെ ഇങ്ങനെ നാക്ക് നീട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. നാക്കൊക്കെ പുറത്തോട്ട് വരുന്നുണ്ടാവും. വെള്ളമൊന്നും കുടിക്കാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ, സ്ട്രിക്റ്റ് ആയിട്ട് നിന്നോണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ നിർത്തണം എന്ന് പറയും. ഞാൻ നിർത്താമെന്ന് സമ്മതിക്കില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് നിങ്ങൾ വെയിറ്റ് എടുക്കണം, ഡമ്പൽ വെച്ച് വെയിറ്റ് എടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ചാടാൻ പറയുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളൊരു 40 മിനിറ്റോടെ ഓടും. ഇങ്ങനെ ഒരു 90 ദിവസം കഴിയുമ്പോൾ ഉണ്ടല്ലോ, നിങ്ങളൊരു പരുവാവും. ഇതാണ് ഒരു പേഴ്സണൽ ട്രെയിനർ പറയുന്നത്. മറ്റൊരു പേഴ്സണൽ ട്രെയിനർ പറഞ്ഞാൽ നാളെ നിങ്ങളിങ്ങ് വന്നാൽ മതി, ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ 90 ഡേയ്സിലേക്ക് ഞാൻ നിങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾ എക്സസൈസിൽ ഗൈഡ് ചെയ്യുന്നുണ്ടോ. നമ്മൾ ലൈറ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എത്ര സ്പീഡിൽ പോകാൻ ആഗ്രഹിക്കുന്നു ആ സ്പീഡിൽ ഞാൻ ചെറിയ രീതിയിൽ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവരാൻ ഞാൻ നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യും, ചലഞ്ച് ചെയ്യും. കാരണം നിങ്ങൾക്ക് ബോഡി നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യണം, അങ്ങനെ വേണമല്ലോ. അങ്ങനെ നിങ്ങൾക്ക് ഒരു 30 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഒരു 10 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ടാവും. 60 ഡേയ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 15 കിലോഗ്രാം കുറഞ്ഞിട്ടുണ്ടാവും. 90 ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള എക്സസ് ആയിട്ടുള്ള 20 കിലോഗ്രാം മാറും. അപ്പോൾ അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗൈഡൻസ് തന്നോളാം. നാളെ രാവിലെ ഫ്രഷ് ആയിട്ട് വന്നാൽ ഒരു ടവല് കയ്യിലെടുത്തേരെ ഈ പറഞ്ഞ രീതിയിൽ സെയിം സിറ്റുവേഷൻ തന്നെ ആയിരിക്കും രണ്ടുപേരും ചെയ്യാൻ പോകുന്നത്. പക്ഷെ രണ്ടാമത്തെ ആളുടെ അടുത്ത് നിങ്ങൾ പോവുള്ളൂ. കാരണം രണ്ടാമത്തെ ആള് ഈ സെല്ലിങ് ദ വെക്കേഷൻ. അപ്പൊ വെക്കേഷൻ ആണ് നിങ്ങൾ സെല്ല് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ സെല്ലിങ് ദ വെക്കേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ വേർഷൻ ഓഫ് വെക്കേഷൻ ആണ്. കസ്റ്റമറിനെ സംബന്ധിച്ചോളം അവരുടെ പെയിനും കഷ്ടപ്പെടാനൊന്നും ആഗ്രഹമില്ല. അവരെ സംബന്ധിച്ചോളം അവരെ ചെയ്യുവാണ്. അപ്പൊ ഇത്രയും ആ സെല്ലിങ് ദ വെക്കേഷൻ ഇവിടെ മാത്രം നിങ്ങൾ സെല്ല് ചെയ്യുന്നുള്ള പ്രിറ്റി മച്ച്. അത് കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചെയ്യാൻ പോകുന്ന നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ക്ലോസ് ആണ്. ക്ലോസിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് എല്ലാം അനുസരിച്ച് നിങ്ങൾ ഈ പറഞ്ഞ സുമിത എന്നോട് പറഞ്ഞ ഡീറ്റെയിൽസ് അനുസരിച്ച് സുമിതയുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് നമ്മൾ പറയുന്നുള്ളൂ. ഇത്രയ്ക്ക് സിമ്പിളാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ട് ക്ലോസ് ആണ്. അപ്പൊ ഇവിടെ ടൊണാലിറ്റി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പറയാതിരുന്നു കഴിഞ്ഞാൽ എനിക്ക് സമയം കുറച്ചായി, എന്നാൽ ഇത് പറയാതിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങളത് മനസ്സിലാക്കിയില്ലെങ്കിൽ, കാരണം നമ്മളെ സംബന്ധിച്ചോളം പല ടൊണാലിറ്റിയിൽ നമുക്ക് സംസാരിക്കാം. ഞാനിപ്പോൾ നിങ്ങളോട് സിൻസിയറിറ്റിയിലാണ് സംസാരിക്കുന്നത്. ഞാൻ വളരെ സിൻസിയറായിട്ട് നിങ്ങൾ വളരണം, നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. ആ സിൻസിയറിറ്റി നിങ്ങൾക്ക് അറിയാൻ പറ്റും. നിങ്ങൾ ആ കോൺവെർസേഷനിൽ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ചാറ്റിൽ സിൻസിയറിറ്റി തരിക, അല്ലെങ്കിൽ കമന്റിൽ സിൻസിയറിറ്റി തരിക. ഓക്കെ. ആ സമയം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പവർ എക്സസൈസ് ചെയ്തിട്ട് നിങ്ങളെ ഞാൻ എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാം, നിങ്ങളുടെ ജീവിതം ഞാൻ മാറ്റിയെടുക്കാം എന്ന എനർജി എന്നാണെങ്കിൽ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇങ്ങനെ സംസാരിക്കാം, കുറച്ചുകൂടെ എന്തൂസിയാസ്റ്റിക് ആയിട്ട് സംസാരിക്കാം. അപ്പൊ എന്നാ വെച്ചാൽ ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം ഗോപാല എന്നൊരു വിശേഷം, സുഖമാണോ, ഗൾഫിനൊക്കെ പോകണ്ടേ, 4 പൈസ ഉണ്ടാക്കണ്ടേ, ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ,
ഇതാണ് enthusiasm എന്ന് പറഞ്ഞേക്കുന്ന ടൊണാലിറ്റി. ഇത് സിൻസിയറിറ്റിയാണ്. നമ്മൾ സിൻസിയറായിട്ട് സംസാരിക്കുകയാണ്. ഇത് രണ്ടിൻ്റെ ഇടയ്ക്ക് വേറൊരു വേർഷൻ ഉണ്ട്. അതാണ് സർട്ടനിറ്റി. സർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പം ഞാൻ ഉറപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇത് കോൺഫിഡൻസ് മാത്രമല്ല, ഒരു ഉറപ്പാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ എന്താണ് പറയുന്നത്, നിങ്ങൾ എന്താണ് കേൾക്കുന്നത്, എനിക്ക് കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ ബിസിനസ് ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ, ഒരു വർഷം നിങ്ങളുടെ ബിസിനസ്സിലേക്ക് സ്കില്ല് ബിൽഡ് ചെയ്യുന്നതിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരൊറ്റ വീഡിയോ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം 10 പ്രാവശ്യം കേൾക്കലായിരിക്കും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ, അല്ലെങ്കിൽ ക്യാഷ് 360 വരുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാനായിട്ട്, ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സൊല്യൂഷനാണ് ഞാൻ ഇവിടെ തരുന്നത് എന്നുള്ള എൻ്റെ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഉറപ്പ്. ഇത് ഒച്ചയിലായിരിക്കണമെന്നില്ല. ഇതാണ് സർട്ടനിറ്റി എന്ന് പറയുന്ന ടൊണാലിറ്റി. ഈ ടൊണാലിറ്റിയിൽ മറ്റാൾക്കാർ നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യും. ഞാൻ എന്തുകൊണ്ടാണ് ഈ ടൊണാലിറ്റിയിൽ സംസാരിക്കാത്ത മറ്റാൾക്കാർ റെസ്പോണ്ട് ചെയ്യാനായിട്ട്? കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാനാണ് ഇഷ്ടം. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ സംസാരിക്കുക. അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ അബ്സല്യൂട്ട് ആയിട്ടുള്ള സർട്ടനിറ്റിയിൽ നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോസ്പെക്ട്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട് കൂടുതൽ റെഡിയാവും. ക്ലിയർ ആണോ? ചില ആൾക്കാർ അത് ഫേക്കായിട്ടുണ്ടാക്കി ബഹളമൊക്കെ വെച്ച് ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയെങ്കിലും മറ്റാൾക്കാരെ കൊണ്ട് നിർബന്ധിച്ച് മേടിപ്പിക്കാൻ നോക്കും. ലോങ് ടൈമിൽ അത് വർക്കാകണമെന്നില്ല, വാല്യൂ കൊടുക്കാൻ അറിയത്തില്ലെങ്കിൽ. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു ടൊണാലിറ്റി ഉണ്ട്. ആ ടൊണാലിറ്റിയാണ് ഇംപ്ലൈഡ് ഓബിയസ്നെസ്. ഇംപ്ലൈഡ് ഓബിയസ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, രാത്രി കഴിഞ്ഞു, രാവിലെ എന്താണ്? രാത്രി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? രാവിലെ എന്താണ്? സൂര്യോദയം ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എങ്ങനെ പോയാലും സൂര്യോദയം ഉണ്ടാകാതിരിക്കാൻ ചാൻസ് ഉണ്ടോ? 99% ഓഫ് ദ ഡേയ്സിന് സൂര്യോദയം ഉണ്ട്. ഇച്ചിരി മേഘം ഉണ്ടെങ്കിൽ നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ, സൂര്യോദയം സ്റ്റില്ലുണ്ട്. അപ്പം രാത്രി കഴിഞ്ഞാൽ രാവിലെ എന്ന് പറഞ്ഞാൽ സൂര്യോദയമാണ്. ഇതിനെയാണ് ഒബ്വിയസ് എന്ന് പറഞ്ഞേക്കുന്നത്, ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒബ്വിയസ്നെസ് എന്ന് പറയുന്നത്. ഇംപ്ലൈഡ് ആയിട്ടുള്ള ഒബ്വിയസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ഇംപ്ലൈഡ് ആണ്, അതെ ഇങ്ങനെ ഇത് വരുള്ളൂ. ഇതാണ് ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ്. ഇതൊരു ടൊണാലിറ്റിയാണ്. നിങ്ങൾ ഈ ടൊണാലിറ്റിയിൽ നിന്നാണ് നിങ്ങളെ ക്ലോസിങ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. അതെന്നു വെച്ചാൽ, അതെ ഈ കുപ്പിക്കകത്ത് വെള്ളമാണ് കേട്ടോ, ഒരു കുപ്പി ഇവിടെ ഉണ്ട്, കുപ്പിക്കകത്ത് വെള്ളമാണ് കേട്ടോ, അപ്പോൾ അവിടെ കുപ്പിക്കകത്ത് വെള്ളമാണ് കേട്ടോ എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. കുപ്പിക്കകത്ത് വെള്ളമാണ് കേട്ടോ എന്നല്ല, കുപ്പിക്കകത്ത് വെള്ളമാണ് കേട്ടോ, നമുക്കറിയാലോ. ഇതുപോലെ നിങ്ങൾ ക്ലോസ് ചെയ്യുകയാണ്. നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാന്ന് വെച്ചാൽ എൻ്റെ കൂടെ വന്ന് നിങ്ങളുടെ ക്യാഷ് 360 വരിക എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ പറയാൻ കാരണം വെച്ചാൽ, കണ്ടോ, ഇംപ്ലൈഡ് ആണ്, ഒബ്വിയസ് ആണ്. നിങ്ങൾ വരുവേ രക്ഷയുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. കാരണം അത് മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനായിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ആ സർട്ടനിറ്റിയിലാണ് ഞാൻ സംസാരിക്കുന്നത്. ആ സർട്ടനിറ്റി മൂത്ത് കഴിഞ്ഞപ്പോൾ ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ് ആയി. നമ്മൾ പഴയ ഈ പാനി മൂത്ത് കഴിഞ്ഞപ്പോൾ കള്ള് മൂത്ത് കഴിയുമ്പോൾ മൂത്ത കള്ളായില്ലേ, ഇതുപോലെ സർട്ടനിറ്റി മൂത്ത് കഴിയുമ്പോൾ അബ്സല്യൂട്ട് ആയിട്ടുള്ള ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ്സിലേക്ക് എത്തും. അപ്പോൾ അവിടെ നിങ്ങളെ സംബന്ധിച്ചോളം അത് അങ്ങനെ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ ചില കട ചെന്ന് നമ്മൾ പറയും, ആ സാധനം എടുത്ത് അങ്ങനെ പോകെ ഇല്ല, അവിടെ ചെയ്ത് ഇങ്ങനെ ചെയ്തേ, അങ്ങനെ ചെയ്തു. ഇതാണ് ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ്. അപ്പോൾ ഈ ഇംപ്ലൈഡ് ഒബ്വിയസ്നെസ്സിൽ നിങ്ങൾ സംസാരിച്ചിട്ട് അവരോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് ചോദിക്കുക. സാധാരണ സെയിൽസ് ആൾക്കാർ അങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ആൾക്കാരെ എൻകറേജ് ചെയ്യാറില്ല. അവരെന്താണ് ചെയ്യുന്നത്? അവർ പലപ്പോഴും എങ്ങനെയും ചോദ്യം ചോദിക്കാതെ രക്ഷപ്പെടാൻ പറ്റുവാണെങ്കിൽ നല്ലതാണ്. കാരണം ചോദിച്ചാൽ ഒബ്ജക്ഷൻ വന്നാലോ എന്നോർത്ത്. ഈ പർട്ടിക്കുലർ കേസിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ എൻകറേജ് ചെയ്യുവാണ്. ചോദ്യം ചോദിക്കാൻ എൻകറേജ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ട്രസ്റ്റ് സിഗ്നിഫിക്കൻ്റ്ലി കൂടുവാണ്. കാരണം അവരുടെ ബ്രെയിൻ പറയുവാണ്, ഇയാൾ മറ്റേ ആൾക്കാരെ പോലെ അല്ലല്ലോ, ആക്ച്വലി ചോദ്യം ചോദിച്ചോളാനാണ് നമ്മളോട് പറയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ക്ലോസിലേക്ക് നമ്മൾ പോകും. എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടോ ചോദിക്കും. മോസ്റ്റ് ആൾക്കാരും ഈ സമയത്താണ് പ്രൈസ് ചോദിക്കുന്നത്. പ്രൈസ് എത്രയാണ് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ആ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ് 3 പ്രൈസ് ആണ്. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇവിടെയാണ് ഞാൻ 3 പ്രൈസ് മോഡൽ എന്ന് പറഞ്ഞേക്കുന്ന കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രൈസിനെ സംബന്ധിച്ചോളം നിങ്ങൾ ആ പ്രൈസ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് തന്നെ ഒരുപാട് വഴികളുണ്ട്. അതിലെ ഒരു വഴി, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഞാൻ കണ്ടിട്ടുള്ള വഴി എന്ന് വെച്ചാൽ 3 പ്രൈസ് മോഡലാണ്. അതെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം അതിനുള്ള ക്ലാസിക്കായിട്ട് ഞാൻ പറയുന്ന എക്സാമ്പിൾ ഇതാണ്. ഏറ്റുമാനൂർ ചന്ത മീൻ മേടിക്കാൻ ഞാനും എൻ്റെ മക്കളൂടെ പോയേക്കുവാണ്. അപ്പം കടലിൽ ചെല്ലുന്നു, നെയ്മീൻ എടുക്കാമെന്ന് ചോദിക്കുന്നു. നെയ്മീൻ എടുക്കാൻ പറയുന്നത് നെയ്മീന് 350 രൂപ ആണ് നെയ്മീന്. ആ 350 രൂപ ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ നെയ്മീൻ എടുക്കാൻ പറയുമ്പോൾ ആൾ പറയുവാണ്, അതെ നെയ്മീൻ ഇന്നലെ വന്നതാണ് സാർ, എത്ര ഫ്രഷ് അല്ല, ഇന്ന് രാവിലെ വന്ന് മറ്റേ ചൂര ഇന്ന് രാവിലെ വന്ന, അപ്പം സാറ് ചൂര മതി എന്നുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ തരാം, ഫ്രഷ് ആയിട്ടുള്ളത്, അല്ല ഫ്രഷ് ഇപ്പം വന്നിട്ടേ ഉള്ളൂ എന്ന് പറയുകയാണ്. അപ്പം ആൾക്ക് 350 രൂപയ്ക്ക് പകരം 200 രൂപയ്ക്ക് ചൂര നമുക്ക് തരുവാണ്. അപ്പോൾ പുള്ളിക്ക് 120 രൂപ നഷ്ടപ്പെടുവാണ്. ഓക്കെ,
ഇതാണ് റെക്കമെൻഡ് അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞേക്കുന്ന പ്രോട്ടോകോൾ. അപ്പോൾ പുള്ളിയെ സംബന്ധിച്ചോളം പുള്ളിക്കാരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലി ഉള്ള പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യുമല്ല, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പുള്ളിക്കാരന് നമ്മുടെ സെൽഫ് ഇൻട്രസ്റ്റിന് വേണ്ടി നമ്മളോട് ചൂര റെക്കമെൻഡ് ചെയ്യുവാണ്. റെക്കമെൻഡ് അഗെയിൻസ്റ്റ് നിങ്ങൾ നെറ്റ്ഫ്ലിക്സിൽ ഇത് കാണും, സൂമിൽ ഇത് കാണും, മൈക്രോസോഫ്റ്റിൽ ഇത് കാണും. വലിയ ടെക്നോളജി കമ്പനികളെല്ലാം ഇങ്ങനെ 3 പ്രൈസ് മോഡലാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ 300 രൂപയുടെ ഇതെടുക്കേണ്ട, അതിന് പകരം ചൂര എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ 200 രൂപയുടെ കച്ചവടം നടന്നു. 200 രൂപയുടെ കച്ചവടം നടന്നു കഴിഞ്ഞപ്പോൾ അല്ല 1 കിലോ ആണ് ഞാൻ മേടിക്കുന്നുള്ള അസംഷനിൽ ആ സമയത്ത് ആള് എന്നോട് പറയുവാണ്, അതെ സാർ എന്നാലും വന്നതല്ലേ, പിള്ളേർക്ക് തോട്ടുമീൻ ഇഷ്ടമല്ലേ, അപ്പൊ തോട്ടുമീന് 2 കിലോ എടുക്കട്ടെ, ഈ പറഞ്ഞ 60 രൂപയേ ഉള്ളൂ എന്ന് പറയണം. 60 രൂപയേ ഉള്ളൂ എന്ന് പറയണമെന്നില്ല, ഈ പറഞ്ഞ തോട്ടുമീൻ എടുക്കട്ടെ 2 കിലോ എന്ന് പറയാം. യാ ഷുവർ എടുക്കാൻ പറഞ്ഞു. അപ്പം 60 രൂപയുടെ തോട്ടുമീൻ 2 മേടിച്ചപ്പം 200 പ്ലസ് 60 320 രൂപയുടെ കച്ചവടം നടന്നു. ചിലപ്പോൾ അതിലായിരിക്കും പുള്ളിക്ക് കൂടുതൽ മാർജിൻ കിട്ടാനും ചാൻസ് ഉള്ളത്. എന്ന ട്രസ്റ്റ് ബിൽഡാവും ചെയ്തു. ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ എപ്പോഴാണ് പോയാണ് മേടിക്കുന്നത്, നമ്മുടെ മുസ്തഫയുടെ മീൻകടയിൽ നിന്നാണ് ഞാൻ പോയി മേടിക്കുന്നത്. അതിന്റെ കാരണം വെച്ചാൽ മുസ്തഫേനെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുവാണ്. മുസ്തഫ ചിലപ്പോൾ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിരിക്കാം, മനഃപൂർവ്വം എന്നെ പറ്റിച്ചെടുക്കാൻ നോക്കുന്നതായിരിക്കാം. പക്ഷെ അത് അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇന്നല്ലേ നാളെ കഴിഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ വീട്ടിൽ ചിലപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇന്നത്തെ വന്നതാന്ന് പറഞ്ഞ പുള്ളി മീനാ തന്നേന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും. ഹോപ്പ്ഫുള്ളി അങ്ങനെയല്ല സിറ്റുവേഷൻ. മുസ്തഫ സത്യസന്ധനാണ്. അപ്പോൾ ആ മുസ്തഫയുടെ 3 പ്രൈസ് മോഡൽ ഉപയോഗിക്കുകയാണ്. ഇതുപോലെയാണ് നിങ്ങൾ പ്രൈസ് പറയുന്നത്. നമ്മൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ 5.2 ലാക്സിന്റെ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ 4 ലാക്സിന്റെ ഓപ്ഷൻ ഉണ്ട്, 3 ലാക്സിന്റെ ഓപ്ഷൻ ഉണ്ട്. 5.2 ലാക്സിന്റെ ഓപ്ഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം വെച്ചാൽ നിങ്ങളുടെ ഈ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഇത് നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പം നിങ്ങളുടെ ട്രസ്റ്റ് ഈവൻ ഹയർ ആയി അല്ലേ. അതുപോലെ 2ന്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 2 ലിറ്റിലാണ്. നിങ്ങളെ സംബന്ധിച്ചുള്ള ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്ക് 3.2ന്റെ ഓപ്ഷനാണ്. 3.2 ലാക്സ് പെർ മന്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഇങ്ങനെ ഗുണമുണ്ടാവും. നിങ്ങൾ എന്നോട് ആ പ്രോബ്ലം പറഞ്ഞില്ലേ, ആ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, ഈ പ്രോബ്ലം നമുക്ക് ഇങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒഴിവാക്കാം. ആ പ്രോബ്ലം പെയിൻ ഇല്ലേ, ആ പെയിൻ നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിവാക്കാം. ഇത് ഇങ്ങനെ സോൾവ് ചെയ്യുവാണെങ്കിൽ അതിന്റെ 2ാമത്തെ പെയിൻ ഇങ്ങനെ ഒഴിവാക്കാം, 3ാമത്തെ പെയിൻ ഇങ്ങനെ ഒഴിവാക്കാം എന്ന് പറഞ്ഞു. അതുകൂടാതെ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ഡ്രീം റിസൾട്ട് പറഞ്ഞില്ലേ, ആ ഡ്രീം റിസൾട്ടിലൂടെ നിങ്ങൾക്ക് ഇന്ന ബെനിഫിറ്റ് വേണമെന്ന് പറഞ്ഞില്ലേ, ആ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടാം, വീണ്ടും ഈ ബെനിഫിറ്റ് ഇങ്ങനെ കിട്ടാം, വീണ്ടും ആ ബെനിഫിറ്റ് ഇങ്ങനെ കിട്ടാം. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷനാണ്, അങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ചോളം ചെയ്യുന്നത്. ഇപ്പൊ എങ്ങനെയാണ് നിങ്ങൾ പേ ചെയ്യുന്നതെന്ന് ഇവിടെ നിങ്ങൾക്ക് നേരെ ചോദിക്കാം. ഇവിടെയാണ് സാധാരണഗതിയിൽ ഒബ്ജക്ഷൻസ് വരുന്നത്, ഏറ്റവും കൂടുതൽ ഒബ്ജക്ഷൻസ് വരുന്നത്. പക്ഷെ നിങ്ങളിത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്താൽ മോസ്റ്റ് ഓഫ് ദ ടൈം നിങ്ങൾക്ക് ഒബ്ജക്ഷൻസ് കിട്ടില്ല. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരാൾ പറയുവാണ് മണി ഇല്ല എന്ന് പറയുവാണ്, പ്രൈസ് സാധാരണഗതിയിൽ ആൾക്കാർ പറയുന്ന 8-9 ഒബ്ജക്ഷൻസേ ഉള്ളൂ. എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാലും നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ടൂൾ മാത്രം ഞാനിവിടെ പറയാം. ഒബ്ജക്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വലിയൊരു ജേർണി തന്നെയാണ്. അതിനെക്കുറിച്ച് പിന്നെ ഞാൻ നിങ്ങൾ കൂടുതൽ ക്യൂരിയസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒബ്ജക്ഷനെ കുറിച്ച് എൻ്റെ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ, ലോജിക്കലായിട്ടുള്ള എങ്ങനെ ഓരോ ഒബ്ജക്ഷനെ ഹാൻഡിൽ ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഇടാൻ ഓപ്പൺ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളെ വെച്ചാൽ എന്ത് ഒബ്ജക്ഷൻ പറഞ്ഞാലും നിങ്ങളുടെ ആൻസർ എന്ന് വെച്ചാൽ എക്സാക്ട്ലി അതുകൊണ്ടാണ് നിങ്ങൾ മേടിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഒരാൾ നിങ്ങളോട് പറയുവാണ്, ഫോർ എക്സാമ്പിൾ ബിസിനസ്സുകാരൻ എന്നോട് പറയുവാണ്, സത്യസന്ധമായിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എനിക്ക് പൈസ ഇല്ല. എക്സാക്ട്ലി അതുകൊണ്ടാണ് നിങ്ങൾ മേടിക്കേണ്ടത്. അപ്പൊ അവര് വാട്ട്, കാരണം പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അല്ലെ. പൈസ ഉണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആ പൈസ ഉണ്ടെങ്കിൽ പോയാൽ പോരെ. ഇപ്പൊ നിങ്ങൾക്ക് പൈസ ഇല്ല, മറ്റേ ആൾക്കാരെ നിങ്ങളുടെ കോമ്പറ്റീഷന് പൈസ ഉണ്ട്, നിങ്ങളുടെ പൈസ ഇല്ല. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം പൈസ വേണമല്ലോ, അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ സിറ്റുവേഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ പൈസ ഉണ്ടാവുമോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ മേടിക്കട്ടെ. ടൈമില്ല, എക്സാക്ട്ലി ടൈമില്ല, അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. കാരണം വെച്ചാൽ നിങ്ങൾക്ക് ടൈം ഇനി കൂടാൻ പോകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ടത്. കാരണം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കഴിഞ്ഞ വർഷത്തെക്കാലം കുറച്ച് ടൈമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത്, ഈ വർഷത്തെക്കാലം കുറച്ചുകൂടെ ടൈം ആയിരിക്കും, കുറവായിരിക്കും ടൈം നിങ്ങൾക്ക് ഫ്യൂച്ചർ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ അവിടെ ഒബ്ജക്ഷൻ കഴിഞ്ഞു. അപ്പൊ ഈ ഒബ്ജക്ഷൻ നമ്മൾ കഴിഞ്ഞു. ഈ ഒബ്ജക്ഷന് മുമ്പേ തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ പ്രൈസ് പറയുമ്പോൾ നിങ്ങളുടെ പ്രൈസിനെ നിങ്ങൾക്ക് അവിടെ ആ പ്രോബ്ലം ആയിട്ടുള്ള കോൺട്രാസ്റ്റിലെ പ്രൈസ് പറയാവുള്ളൂ. അത് ഞാൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി പറയാണ്. അതായത് വെച്ചാൽ നിങ്ങൾ പ്രൈസ് എത്രയാണെന്ന് ചോദിക്കുമ്പോൾ 5 ലക്ഷം എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ബ്രാൻഡിനെ ഈ പറഞ്ഞ വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡിലേക്ക് ഗ്രോ ചെയ്തെടുക്കാനായിട്ട്, അതിലൂടെ നെക്സ്റ്റ് ലെവലിലേക്ക് ഇന്നെത്തി അവരുടെ കീ ബെനിഫിറ്റ് നമ്മൾ ലേബൽ ചെയ്ത ബെനിഫിറ്റ്സ് ഉണ്ട്, ആ ബെനിഫിറ്റിലേക്ക് എത്തി, അല്ല ആ ഇത് കിട്ടി, ആ ഡ്രീം ഔട്ട്കം കിട്ടി, നിങ്ങൾ ആ ബെനിഫിറ്റ് എടുക്കാനായിട്ടും ഈ പ്രോബ്ലം അവോയ്ഡ് ചെയ്ത് നിങ്ങൾക്ക് ഇന്നൊരു സിറ്റുവേഷനിലേക്ക് മാറാനായിട്ട് നമുക്ക് ഇതാണ് വരുന്നത്. അപ്പോൾ ആ 3 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ 25,000 രൂപ ഒരു മാസവും ഉണ്ടാകുന്നുള്ളൂ അല്ലേ. അപ്പോൾ 25,000 രൂപ ഒരു മാസം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അപ്രോക്സിമറ്റ്ലി 800-900 റുപ്പീസ് വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ആ 900 റുപ്പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു എന്താണ് ജസ്റ്റ്
ഗ്യാസിനടിക്കുന്ന പൈസ മാത്രം, അതിൽ താഴെ പൈസ വരുന്നുള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ പ്രൈസിനെ നമ്മൾ ചങ്ക് ഡൗൺ ചെയ്ത് താത്തി കൊണ്ടുവന്നു അല്ലെ, നമ്മൾ താത്തി കൊണ്ടുവന്നു. അതേസമയം അവരുടെ പ്രോബ്ലം എത്ര വലിയൊരു പ്രോബ്ലം ആണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയും കൂടെ ചെയ്തു. ഇതിനാണ് ലെവലപ്പ് ആൻഡ് ലെവൽ ഡൗൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രോബ്ലത്തെ നമ്മൾ ലെവലപ്പ് ചെയ്ത് എത്ര വലിയ പ്രോബ്ലം ആണ് നമ്മൾ കാണിച്ചു കൊടുത്തു. അതുപോലെ നമ്മുടെ പ്രൈസിനെ നമ്മൾ ലെവൽ ഡൗൺ ചെയ്ത് ഇത്ര ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് അവർക്ക് ഡിസിഷൻ എടുക്കാൻ നോക്കുന്നത്. ഈ പോയിന്റിൽ ഒബ്ജക്ഷൻസ് എല്ലാം ഹാൻഡിൽ ചെയ്തു എന്ന സിറ്റുവേഷനിൽ നിങ്ങൾ സെയിൽ ചെയ്യാനായിട്ട് ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾ പേ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു അസംപ്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അസംപ്റ്റീവ് ക്ലോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഓൾറെഡി ക്ലോസ് ചെയ്തു, പക്ഷെ എന്നാലും നിങ്ങൾ ആക്ച്വലി പൈസ മേടിക്കുവാണ്. അപ്പോൾ ആ പൈസ മേടിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഗൂഗിൾ പേ ആണോ അതെയോ എങ്ങനെയാണ് ബാങ്ക് ട്രാൻസ്ഫർ ആണോ, എങ്ങനെയാണ് നിങ്ങൾ ഇതിനുവേണ്ടി പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ക്ലോസ് ആണ്. അതായത് ഒന്നെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാം. എങ്ങനെയാണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? മോസ്റ്റ് ആൾക്കാരും ബാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയും, ഇല്ലെങ്കിൽ അവർ വേറൊരു ഒബ്ജക്ഷൻ പറയും. ആ ഒബ്ജക്ഷൻ ഉണ്ട്, അതിനെ ഹാൻഡിൽ ചെയ്യും. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പേ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. വീണ്ടും അവർ ചിലപ്പോൾ ഒരു ഒബ്ജക്ഷൻ പറയും, അത് ഹാൻഡിൽ ചെയ്തു, എങ്ങനെയാണ് പേ ചെയ്യുന്നത് ചോദിച്ചു. വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. മോസ്റ്റ് ലൈക്ലി അതിൻ്റെ ഒന്നും ആവശ്യം വരികയല്ല. ഈ പോയിന്റിൽ ആൾക്കാർ ബൈ ചെയ്യാൻ റെഡിയാവും. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഫൈനലായിട്ടുള്ള സ്റ്റെപ്പിലേക്ക് എത്തി. ലുക്ക് അറ്റ് യു. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു വർഷം തുടങ്ങി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡ്രീം കൊണ്ട് തുടങ്ങുന്ന ഒരാളല്ല. നിങ്ങളെ സംബന്ധിച്ചോളം ഒരു വർഷം തുടങ്ങി, ആ വർഷത്തിൽ പുതിയ സ്കില്ല് കൺസിസ്റ്റന്റ് ആയിട്ട് കമ്മിറ്റഡ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ റെഡി ആയിട്ടൊരു മനുഷ്യനല്ലേ, ഒരു മനുഷ്യ സ്ത്രീയാണ് നിങ്ങൾ. അപ്പോൾ അതിനെ ഞാൻ ഡീപ്ലി അഡ്മയർ ചെയ്യുന്നു, സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇപ്പം ഞാൻ ഫൈനൽ പോയിന്റോട് പറഞ്ഞ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പായിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം ഈ 2025 എന്ന് പറഞ്ഞ വർഷം നിങ്ങൾ എപ്പോൾ കേൾക്കുന്നു അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ് ട്രൂലി റിമാർക്കബിൾ ആയിട്ടുള്ള ഗ്രോത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾ കമ്മിറ്റ് ചെയ്യുക സ്കില്ല് മാസ്റ്റർ ചെയ്യുമെന്ന്. ബിസിനസ്സിന് ഈ പറഞ്ഞ രീതിയിൽ ഒരു മാജിക്കേ ഉള്ളൂ. ബിസിനസ്സിൽ ഒരൊറ്റ മാജിക്ക് സ്കിൽ ബിൽഡിംഗ് ആണ്. നിങ്ങൾ സ്കില്ല് ബിൽഡ് ചെയ്താൽ നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോയിരിക്കും. അപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ വിചാരിക്കും, എൻ്റെ ബിസിനസ് ഇപ്പോഴത്തെ മോശമാണ്. നിങ്ങൾ വേറൊരു ബിസിനസ് കണ്ടുപിടിക്കും. നിങ്ങൾ സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി തന്നെ എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അതാണ് നിങ്ങളിത് ചെയ്തത്. ഇത് എനിക്കറിയാം ഈ പറഞ്ഞ രീതിയിൽ ഇന്റൻഷൻ. ചില ആൾക്കാരോട് പറയും ചില വീഡിയോസ് ഒക്കെ കുറച്ചുകൂടെ ഷ്രിങ്ക് ചെയ്ത് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇട്ട് തരാമോ. പലപ്പോഴും അങ്ങനെ പല സമയത്ത് ഒരു കാര്യം കേൾക്കുന്നതിന് പകരം ഒരു കാര്യം ഒരുമിച്ച് കേൾക്കുമ്പോൾ, ഞാൻ 20 വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ ഞാൻ അതിനകത്ത് കവർ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ ആ കവർ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടെ പാക്ക് ചെയ്ത് ഒരുമിച്ച് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റിലേക്ക് ഗ്രോ ചെയ്യാനുള്ള പോസിബിലിറ്റി സിഗ്നിഫിക്കൻ്റ് ഹയർ ആണ്. പീസ് മീലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് ഒരു സമയത്ത് ചോറ് കഴിച്ചു, പിന്നെ അച്ചാർ കഴിച്ചു, പിന്നെ നമ്മൾ ബിരിയാണിയുടെ ഇച്ചിരി ചിക്കൻ കഴിച്ചു, പിന്നെ നമ്മൾ സാലഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് മാറിയല്ല, ഡൈജഷനും ശരിയാകില്ല. അപ്പം ഗ്രേറ്റ് ജോബ് ഗൈസ്, വിച്ച് ലീഡ്സ് മീ ടു മൈ ഫൈനൽ പോയിന്റ് എന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം ബട്ടൺ അപ്പ് സെയിൽസ് ആണ്. ബട്ടൺ അപ്പ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന മൊമെന്റിൽ അവരുടെ ബ്രെയിന് റിഗ്രറ്റ് ചെയ്യുവാണ്, എന്തിനാ ഞാനിത് മേടിച്ചത്. കാരണം ഡിസിഷൻസ് ഒരിക്കലും ഒരു ഡിസിഷനും തന്നെ നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള ബ്രെയിന്, നിങ്ങളുടെ ഈ ഫ്രണ്ട് ബ്രെയിനും ഈ ബ്രെയിനും പിന്നെ ഇതിൻ്റെ താഴെ നമുക്കൊരു ഹാർട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്രെയിൻ ഉണ്ട്, ഗട്ടിൻ്റെ ഫ്രണ്ടിൽ വയറിൻ്റെ ഫ്രണ്ടിൽ ഒരു ബ്രെയിൻ ഉണ്ട്. ഈ 5 ബ്രെയിനോട് ഒരുമിച്ച് ചേർന്നല്ല ലോകത്തിൽ പല ഡിസിഷൻസും എടുക്കുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ബ്രെയിൻ അങ്ങ് നിർബന്ധിച്ച്, ഇമോഷണൽ ബ്രെയിൻ അങ്ങ് നിർബന്ധിച്ച് അങ്ങ് എടുത്തേക്കാൻ ചേട്ടാ എന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആണ്? അപ്പം ബാക്കിയുള്ള ലോജിക്കൽ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഓൺബോർഡ് ആയിരിക്കണം എന്നില്ല, ആ ഡിസിഷനോട് എഗ്രി ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ നമ്മളുടെ ലോവർ ലെവൽ ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞേക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ക്രോക്കഡൈൽ അല്ലെങ്കിൽ പല്ലിയായിട്ട് ഷെയർ ചെയ്യുന്ന മുതലേ അല്ലെങ്കിൽ പല്ലിയായിട്ട് ഷെയർ ചെയ്യുന്ന ബ്രെയിൻ എഗ്രി ചെയ്തിട്ടുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് ബ്രെയിൻ എഗ്രി ചെയ്തിട്ടുണ്ടാകണമെന്നില്ല, വയർ എഗ്രി ചെയ്തിട്ടുണ്ടാകണമെന്നില്ല. അപ്പം അങ്ങനെ പകുതി എഗ്രി ചെയ്തൊരു ഡിസിഷനിലേക്ക് നമ്മൾ ഇറങ്ങുവാണ്. നമ്മൾ മുഴുവൻ ബ്രെയിനും എഗ്രി ചെയ്യണമെന്നില്ല. നമ്മളൊരു സെയിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ, ഒരു സ്റ്റോറി ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പുതിയൊരു ഐഡന്റിറ്റി ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ബൈയിങ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയൊരു ഐഡന്റിറ്റിയാണ്, പുതിയൊരു സ്റ്റോറിയാണ്, പുതിയൊരു ഐഡന്റിറ്റിയാണ് നമ്മൾ വാങ്ങുന്നത്. പൈസ കൊടുത്ത് പുതിയൊരു ഐഡന്റിറ്റി വാങ്ങുവാണ്. BMW ഉള്ള ആള് അല്ലെ, ഫെറാറി ഉള്ള ആള് അല്ലെ, ഈ പറഞ്ഞ രീതിയിൽ തെങ്ങും തോട്ടം ഉള്ള ആള്, ക്ലിയർ ആണ്, ജനറേറ്റർ ഉള്ള ആള്, വീടുള്ള ആള്. അപ്പോൾ ഒരു ഐഡന്റിറ്റിയാണ്. അപ്പോൾ ആ ഐഡന്റിറ്റി അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സ്റ്റോറി ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു പുതിയൊരു സ്റ്റോറി നമ്മൾ എഴുതുവാണ്. ആ എഴുതുന്ന സമയത്ത് പലപ്പോഴും ആ മൊമെന്റിൽ തന്നെ അവർ റിഗ്രറ്റ് ചെയ്യും. ഈ റിഗ്രറ്റ് വരാതിരിക്കാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിസിഷൻ റൈറ്റ് ആയിരുന്നു എന്ന് അവരെ കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് മനുഷ്യർ വരുത്തുന്ന റിഗ്രറ്റ് ആണ്. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് റിഗ്രറ്റ് ചെയ്ത് മനുഷ്യർ ജീവിക്കുകയാണ്. അന്ന് അത് ചെയ്തു, ഇന്നത് ചെയ്തു, അവിടെ ചെയ്തു, അവിടെ അബദ്ധം പറ്റി, അവിടെ അത് ചെയ്യാറുണ്ട്, ഇവിടെ ഇത് വിൽക്കാറുണ്ട്, ഇവിടെ മേടിക്കാറുണ്ട്.
ഇവിടെ ആ ബിസിനസ് ചെയ്യായിരുന്നു, മൈക്രോസോഫ്റ്റ് തുടങ്ങായിരുന്നു 50 വർഷം മുമ്പ്, ആപ്പിൾ തുടങ്ങായിരുന്നു. ഒരു കാര്യമില്ല. ലൈഫ് ഇതാണ് മൊമെന്റ്. ഇപ്പോഴാണ് നിങ്ങൾക്കുള്ള സമയം. ഇപ്പം നിങ്ങൾക്ക് എടുക്കാവുന്ന ഡിസിഷനാണ്. അപ്പൊ ആ ഡിസിഷൻ എടുക്കാൻ പറ്റാതിരുന്നത് കൊണ്ട് റിഗ്രറ്റ് ചെയ്ത് ജീവിതകാലം മുഴുവൻ പാസ്റ്റിൽ ലിവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിലെ ഡ്രീം പറഞ്ഞ് അങ്ങനെ ചെയ്യും, 2025 അവിടെ ഞാൻ അങ്ങനെ ചെയ്യും, അവിടുന്ന് ആ കോടി ഉണ്ടാക്കും, ആ കോടിയുടെ മുകളിൽ വേറെ കോടി ഉണ്ടാക്കും, അതിന് പിന്നെ അത് ചെയ്യും, പിന്നെ ഞാൻ 1000 കോടിയിലേക്ക് എത്തും, പിന്നെ 1 ബില്യണിലേക്ക് എത്തും, പിന്നെ ഞാൻ അവിടെ ഇത് മുഴുവൻ നെറ്റ്വർക്ക് ഉണ്ടാക്കും എന്ന് പറഞ്ഞ് സ്വപ്നം പറഞ്ഞ് വാചകം അടിച്ച് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇത് രണ്ടും, ഈ രണ്ട് ചെയ്യുന്ന ആൾക്കാരും ബേസിക്കലി അവരുടെ ബ്രെയിനിനെ ചെറിയ രീതിയിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർ ഓർക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എത്തുമായിരിക്കും എന്നാണ് ആരോ പഠിപ്പിച്ചു വെച്ചേക്കുന്നത്. റിയാലിറ്റിയിൽ നിങ്ങളുടെ ഗോള് നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുക. നിങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാവുന്ന ആൾക്കാരോട് മാത്രം നിങ്ങളുടെ ഗോള് ഷെയർ ചെയ്യുക. അതിന് പിന്നിൽ ന്യൂറോളജിക്കൽ റീസൺസ് ഉണ്ട്. ഞാൻ മറ്റൊരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ബൈ ചെയ്യുന്ന ആളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക. അതിനാണ് ബട്ടൺ ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞേക്കുന്നത്. നമ്മൾ ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ഷർട്ട് ഇപ്പോൾ ഒരു കാണിച്ചു തരാം, ഒരു ബട്ടൺ ഇട്ട് കാണിക്കാം. ഇത് ബട്ടൺ ഒരെണ്ണേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര മാത്രം നമുക്ക് ഊരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ബട്ടൺ ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷർട്ടിൻ്റെ ബട്ടൺ ഇടുന്ന പോലെ നമ്മൾ ഈ സെയിൽസിൻ്റെ ബട്ടൺ ഇടുവാണ്, ജാക്കറ്റിൻ്റെ ബട്ടൺ ഇടുവാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ സെയിൽസ് കംപ്ലീറ്റ് ആകുന്നത് നിങ്ങൾ അവരുടെ ഡിസിഷനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അവർ ഒരു ഡിസിഷൻ എടുത്ത് അവർ ഓപ്പോസിറ്റ് സൈഡിലേക്ക് റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പേ ആ ഡിസിഷൻ നല്ല ഡിസിഷൻ ആണെന്ന് അവരുടെ ബ്രെയിനിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള വാലിഡേഷൻ എല്ലാ മഹാരഥന്മാർക്കും ആവശ്യമാണ്. അതുകൂടെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സെയില് കംപ്ലീറ്റഡ് ആയി. ഈ പ്രോസസ്സ് ഇത് അപ്രോക്സിമേറ്റ്ലി 30 ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോളുകളും അതിൻ്റെ ഇടയ്ക്കുള്ള ചില മെത്തഡോളജീസും ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇത് ചില ആൾക്കാർക്ക് ടു അഡ്വാൻസ് ആയിരിക്കും, ചില ആൾക്കാർ അഡ്വാൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത ലെവലായിരിക്കാം, നിങ്ങൾ മീഡിയം ലെവലാണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ലെവലായിരിക്കും. നിങ്ങൾ എവിടെ നിൽക്കുന്നോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇൻഫർമേഷൻ ഈ വർഷം യൂസ് ചെയ്യുക. അതിൽ ഈ വർഷം നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നിങ്ങളുടെ സെയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടുക, നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ നെക്സ്റ്റ് ലെവലിലേക്ക് പോയേക്കുന്നത് എന്ന് ഷെയർ ചെയ്യുക. സോ ദാറ്റ് വേറെ ആൾക്കാരും അത് കേട്ട് കണ്ട് ആക്ഷൻ എടുക്കുന്ന ആളായി മാറട്ടെ. നിങ്ങളെപ്പോലെ ഈ ഫൈനലായിട്ടുള്ള സ്റ്റേജ് വരെ നിങ്ങൾ എത്തിയതിനെ ഞാൻ ഡീപ്പ് ലെവലിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇനി ഇത് നിങ്ങൾ കളയരുത്. നിങ്ങൾ ഓൾറെഡി ഇത്രയും സമയം സ്പെൻഡ് ചെയ്തു, എത്രയോ മിനിറ്റുകൾ സ്പെൻഡ് ചെയ്തു. ആ ഒരു 1-1.5 മണിക്കൂർ മറ്റോ ആയിട്ടുണ്ടാവും. അപ്പോൾ ആ സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തെങ്കിൽ ഇതിനെ ബേസ് ചെയ്ത് 24 ഹവേഴ്സിനുള്ളിൽ ഒരു ആക്ഷനെങ്കിലും എടുക്കുമെന്ന് കമ്മിറ്റ് ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ ആക്ഷൻ ചാറ്റ് ഇടുക, പറ്റുവാണെങ്കിൽ ആക്ഷൻ ഇവിടെ തന്നെ ഇടുക. ഇതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് 24 ഹവേഴ്സിൽ. അടുത്ത 24 ഹവേഴ്സിൽ വേറൊരു കാര്യം ചെയ്യുമെന്ന് തീരുമാനിക്കുക, അടുത്ത 24 ഹവേഴ്സിൽ വേറൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുക. അങ്ങനെ ഓരോ ദിവസവും നെക്സ്റ്റ് 30 ഡേയ്സിൽ ഈ 30 ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ പോയി ഇംപ്ലിമെന്റ് ചെയ്യുക. ആ ഇംപ്ലിമെന്റേഷനിലൂടെ പവർ ഉണ്ടാക്കുക, വിൽ പവർ ഉണ്ടാക്കുക. ആ വിൽ പവറിലൂടെ നിങ്ങളുടെ ബിസിനസ്സിന്റെ സെയിൽസ് കൂട്ടുക, ക്യാഷ് ഫ്ലോ കൂട്ടുക. 2025 നിങ്ങളുടെ അമേസിംഗ് ആയിട്ടുള്ള ഇയർ ആയി മാറട്ടെ. ഐ ലുക്ക് ഫോർവർഡ് ടു സീയിങ് യുവർ സക്സസ്. സീ യു നെക്സ്റ്റ് ടൈം.